Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين മതം സുരക്ഷയാകുന്നു എന്ന മഹത്തായ ഒരു സന്ദേശത്തെ കേരളക്കരയിലെ മനുഷ്യരാശിയെ ഉദ്ദേശിച്ചുകൊണ്ട്, മനുഷ്യ സമൂഹത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ജില്ലകൾ തോറും മഹത്തായ സമ്മേളനങ്ങളും പൊതുവായ പ്രഭാഷണങ്ങളും ജനസമ്പർക്കപരമായ ബോധവൽക്കരണങ്ങളും നടക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ജില്ലകളിലൊന്നായ തൃശ്ശൂർ ജില്ലയുടെ ശ്രദ്ധേയമായ ചാവക്കാടിൻ്റെ ഹൃദയഭാഗത്ത് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഒരു ജില്ലയുടെ സമാപനത്തിലാണ് ഞാനും നിങ്ങളും സന്നിഹിതരായിട്ടുള്ളത്. പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ പരമകാരുണികനായ അളവറ്റ ദയാപരനായ പ്രപഞ്ചത്തിന്റെ നാഥന്റെ അപാരമായ കരുണ കൊണ്ട് മഹത്തായ ആദർശത്തിന്റെ ഉദ്ഘോഷണം കൊണ്ട് ശ്രദ്ധേയമായ ഈ സമ്മേളനത്തിന്റെ പ്രസീഡിയത്തിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, നേതാക്കന്മാരെ, എന്റെ മുമ്പ് പ്രസംഗിച്ച ബഹുമാനനായ സക്കരിയ സ്വലാഹി, മഗ്‌രിബിന്റെ തൊട്ടു മുമ്പായി സമ്മേളനത്തിൽ സംസാരിച്ച തീവ്രവാദ ഭീകരവാദ ചിന്തകൾ ഇസ്ലാമിന് അന്യമാണ് എന്ന വിഷയം സംസാരിച്ച എൻ്റെ പ്രിയ സഹോദരൻ CP സലീം, വേദിയിലും സദസ്സിലും പണ്ഡിതന്മാരായിട്ടുള്ള പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, ഉച്ചഭാഷിണിയുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഈ മഹാസമ്മേളനത്തിലെ ഭാഗവാക്കാകുന്ന പരമകാരുണികന്റെ അപാരമായ തീരുമാനപ്രകാരം ഉച്ചഭാഷിണിയുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹൃദയരെ, ആദമിന്റെ മക്കളെ, കാലം അതിൻ്റെ അനുസ്യൂതമായ പ്രവാഹമൊരുക്കി ഓരോ മനുഷ്യനും അവന്റെ അവധിയെത്തി മരണത്തിന് വിധേയമായി മണ്ണിന്റെ ഭാഗമായി സഹസ്രാബ്ദങ്ങളായി ഈ ഭൂമിയിൽ ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. തബാറക്കല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറ വഹുവല്ലദീ ജഅല അൽ-ലൈല വൻ-നഹാറ ഖിൽഫതൻ
ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ. വിശുദ്ധ ഖുർആന്റെ 25-ാം അധ്യായം സൂറത്ത് ഫുർഖാനിലെ 61, 62 വാചകങ്ങളാണ്. രാവും പകലും മാറി മാറി വരുന്നു, മണിക്കൂറുകൾ മാറി മാറി ദിവസങ്ങൾ ആഴ്ചകളായി മാറുന്നു. മൈക്രോ സെക്കൻഡുകളിൽ നിന്ന് സെക്കൻഡുകളിലേക്ക്, അവിടെ നിന്ന് മിനിറ്റുകളിലേക്ക്, അത് മണിക്കൂറുകളിലേക്ക്. നമ്മുടെ ക്ലോക്കിന്റെ പെൻഡുലം, നമ്മുടെ സൂചി, അത് ടിക് ടിക് എന്ന് പറഞ്ഞ് സഞ്ചരിക്കുന്നത്. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരു നാഴിക പിന്തിച്ചിടാത്ത മരണമെന്ന അപാരമായ ഒരു യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയാണ്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും ഈശ്വര വിശ്വാസിയും നിരീശ്വരവാദിയും എല്ലാവരും മരണമാകുന്ന ആ അലംഘനീയമായ വിധിക്ക് വിധേയമാകുമെന്നതിൽ സംശയമുണ്ടോ നമുക്ക്? നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് പറയാതെ, നമ്മൾ അറിയാതെ, നമ്മുടെ അഭിപ്രായങ്ങൾക്കപ്പുറത്ത് നമുക്കൊരു ജന്മമുണ്ടായി, ഒരു സൃഷ്ടിയുണ്ടായി. ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സമ്മാനമായ വരദാനമായ ഒരു ജീവിതമുണ്ടായി. ഹല്ലത അലൽ ഇൻസാൻ ഹീനും മിനദ് ദഹർ ലം യകും ശൈഅൻ മദ്കൂറാ. പറയപ്പെടാനൊന്നുമല്ലാത്ത, പ്രസ്താവിക്കപ്പെടാനൊന്നുമല്ലാത്ത, പ്രസംഗവേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ അഡ്രസ് ഇല്ലാത്ത, ഇന്ന ആളുടെ മകനെന്ന് പറയാനില്ലാത്ത, എന്റെ അഡ്രസ് ഇന്നതാണെന്ന് പറയാനില്ലാത്ത, എന്റെ ജില്ല ഇന്നതാണെന്ന് പറയാനില്ലാത്ത, ഞാൻ ജനിച്ച നാട് ഇന്നതാണെന്ന് പറയാനില്ലാത്ത, വല്ലാഹു അംബതകും മിനൽ അർളി നബാത സുമ്മ യുഗീദുകും ഫീഹാ വയുഖ്രിജുകും മഖ്റാജ വല്ലാഹു ജഅല ലകുമുൽ അർള ബിസാത ലിതസ്ലുകു മിൻഹാ സുബ്ലം ഫിജാജ. വല്ലാത്തൊരു പ്രയോഗമാണ്. വിശുദ്ധ ഖുർആനിലെ 71-ാം അധ്യായം. ഒരു അപേക്ഷയുണ്ട് എനിക്ക്. വളരെ കൃത്യമായ സമയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് 2 പ്രസംഗങ്ങളാണ് ഇവിടെ. 1.5 മണിക്കൂർ വീതമുള്ള 2 പ്രസംഗങ്ങളാണ് ഇവിടെ. അതിലൊന്ന് കഴിഞ്ഞു. ഈ പ്രസംഗവും ഇത് സമാപനമാണ്. ഒരു കാര്യം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ നമ്മുടെ ഹൃദയത്തിൽ തീർച്ചയായും ആവാഹിച്ചെടുത്തുകൊണ്ട് വേണം ഇവിടെ നിന്ന് കടന്നു പോകാൻ. വ്രണിത യൗവനത്തിന്റെ പുതിയ ലോകം ഇവിടെ കെട്ടിപ്പടുക്കപ്പെടുന്നുണ്ട്. മദ്യപാനങ്ങളിലും മയക്കുമരുന്നിലും മദ്യരാക്ഷിയിലുമായി കഴിഞ്ഞുകൂടുന്ന ഒരു ജനപദം നമ്മുടെ നാടുകളുടെ സ്വാസ്ഥ്യം കെടുത്തിക്കൊണ്ട് മുന്നോട്ട് കടന്നു പോകുന്നുണ്ട്. 13-കാരനും 17-കാരനും 12-കാരനും വലിയ തിന്മകൾക്ക് വിധേയമാകുന്ന ഒരു കാലഘട്ടത്തിന്റെ കുളമ്പടി ശബ്ദങ്ങളെ കർണപുടങ്ങളിൽ വന്ന് നമ്മുടെ ഉറക്കം കെടുത്തുന്നുണ്ട് ആധുനിക കാലഘട്ടത്തിൽ എന്നറിയുന്നവരാണ് നമ്മളൊക്കെ. സഹോദരങ്ങളെ, ഈ പോക്ക് അപകടമാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. 30-ാം അധ്യായം സൂറത്തുർ റൂം 41-ാമത്തെ വചനമാണ്. കരങ്ങൾ, മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ച കാരണം കൊണ്ട് കരയിലും കടലിലും സ്വസ്ഥതകേടുണ്ടായി, ഈ ഭൂമിയിൽ ദുരന്തങ്ങൾ ഉണ്ടായി എന്ന് അല്ലാഹു പറയുകയാണ്. ഇന്ന് മറ്റൊരാളുടെ വീടുകളിൽ കൂട്ടാത്മഹത്യകൾ, നാളെ അത് നമ്മുടെ ഭവനങ്ങളിൽ. ഇന്നലെ മറ്റൊരാളുടെ മകൻ മദ്യപാനിയായി റോഡരികിൽ മറഞ്ഞു വീണ് നാളെ അത് നമ്മുടെ മകനായി. ആർത്തനാദമായി, ദീനരോധനങ്ങളായി, വേദനകളായി, ദുഃഖങ്ങളായി, ആകുലതകളായി മാറിയ ആധുനിക ലോകഘടനയിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പരിഹാരം തേടി അലയുന്നു മനുഷ്യർ സഹസ്രാബ്ദങ്ങളായി. മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം തേടി നമ്മൾ ഉറക്ക ലോകത്തോട് വിളിച്ചു പറയുന്നു, പരിഹാരമുണ്ട്. മാനവ സമൂഹത്തിന്റെ ഇതപര്യന്തമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് ആകാശഭൂമികളുടെ തമ്പുരാൻ, സൂര്യചന്ദ്രാദികളെ സംരക്ഷിച്ചു നിലനിർത്തുന്ന പ്രപഞ്ചത്തിന്റെ നാഥൻ, ആഴിയിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളുടെ ചകിളകളിൽ ആന്തോളനങ്ങൾ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ നാഥൻ, ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് പ്രയാണം നടത്തുന്ന ആർട്ടിക് ടേണിന്റെ പൊള്ളയായ ചിറകുകളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പ്രപഞ്ചനാഥൻ, സർഗാസോ കടലിടുക്കുകളിൽ മുട്ട വിരിയിച്ച് ഇടതും വലതും തലയും വാലുമിട്ട് മണ്ണിലടിച്ച് ഭൂമിയിലടിച്ച് വെള്ളത്തിലടിച്ച് ചത്തുപോകുന്ന ഈൽ മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങൾ 4000 മൈലുകൾക്കപ്പുറത്ത് അമ്മ പുറപ്പെട്ട ദിക്കിലേക്ക് സഞ്ചരിക്കുന്നുവെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന കൺട്രോളർ, സുപ്രീം പവർ റബ്ബുൽ ആലമീൻ, ലോകത്തിന്റെ നാഥൻ മനുഷ്യന്റെ മുമ്പിൽ പരിഹാരം വെച്ചിട്ടുണ്ട്. മാധവ, സുരേന്ദ്ര, ദേവദാസെ, ജോർജ്, ക്രിസ്ത്യാനിയോട്, ജൈനനോട്, ബൗദ്ധനോട്, മതമുള്ളവനോട്, ഇല്ലാത്തവനോട്, നിരീശ്വര വിശ്വാസിയോട്, ഇവിടെ ജീവിതത്തിന്റെ പുറമ്പോക്കിൽ കഴിഞ്ഞവനോട്, നിരാശ ബാധിച്ചവനോട്, ദാമ്പത്യത്തിന്റെ ജീവിതത്തിൽ ശിഥിലീകരണം സംഭവിച്ചവരോട്, ഭാര്യയോടുള്ള മഹത്വത്തിന്റെ മേന്മയേറിയ പ്രവർത്തനങ്ങൾ അറിയാത്തവരോട്, ഭർത്താവിനെ അനുസരിക്കുന്നിടത്താണ് സ്വർഗമുള്ളത് എന്ന് തിരിച്ചറിയാത്ത പെൺകൊടികളോട്, മാതാവിന്റെ മേന്മയറിയാത്ത മക്കളോട്, മക്കളുടെ മേന്മയറിയാത്ത മാതാപിതാക്കളോട്,
ഗുരുവര്യന്റെ സ്ഥാനമറിയാത്ത ശിക്ഷഗണങ്ങളോട് തലമുറകളെ നയിക്കാൻ യോഗ്യത ഉണ്ടാക്കേണ്ട വിദ്യാർത്ഥി സമൂഹത്തിന്റെ കയ്യിൽ ആയുധങ്ങളും ചട്ടുകങ്ങളും ധരിപ്പിക്കുന്ന രാഷ്ട്രീയ മേലാളന്മാരോട് നമുക്കുറക്കെ പറയാൻ കഴിയും, ഉണ്ട് മനുഷ്യരെ, നിങ്ങളുടെ കഥനകഥകൾക്ക് പരിഹാരമുണ്ട്, നിങ്ങളുടെ ആകുലതകൾക്ക് പരിഹാരമുണ്ട്, നിങ്ങളുടെ മാതാവിന്റെ അബദ്ധസഞ്ചാരങ്ങൾക്ക് പരിഹാരമുണ്ട്. വാട്ട് ഈസ് ഇസ്ലാം എന്ന ചോദ്യത്തിന് ഒരേ ഒരു മറുപടി, എന്താണ് ഇസ്ലാം? മനുഷ്യ ജീവിതത്തിന്റെ പരിഹാരം എന്നാണ് അതിന് നമുക്കുള്ള മറുപടി. ലോകം കാതോർക്കുകയാണ്. പാശ്ചാത്യ പൗരസ്ത്യ ശക്തികൾ ലോകത്ത് മുഴുവനും അഴിച്ചുവിട്ടിട്ടുള്ള എയ്ഡ്സിന്റെ, എബോളയുടെ, ഗൊണോറിയയുടെ, സിഫിലിസിന്റെ അനന്തമായ വൃത്തികേടുകളുടെ സാധ്യതകൾ ആധുനിക ലോകം നമ്മൾ കാണുന്നുണ്ട്. സ്വവർഗരതിയുടെ, വ്യഭിചാരത്തിന്റെ, സൊഡോമിയുടെ, ലെസ്ബിയാനിസത്തിന്റെ നീണ്ട ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ആധുനിക ലോകം, ബാപ്പയിൽ നിന്ന് ഓടിയകലുന്ന മക്കളുടെ കഥനകഥകൾ, സ്നേഹനൈരാശ്യം കൊണ്ട് പൊട്ടിപ്പോയ മനുഷ്യ മക്കളുടെ ദീനരോധനങ്ങൾ, ഇതെല്ലാം പ്രശ്നങ്ങളാണ്. തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ, ബോംബുകളുടെ, കഷ്ടതകളുടെ നടുവിൽ ജീവിച്ചു പോയ ജനപദത്തിന്റെ, ഇറാഖിന്റെ, ഫലസ്തീനിന്റെ, ചെച്ചനിയയുടെ, കോസറോവയുടെ, ലബനാനിന്റെ, ഗാസയുടെ മണ്ണിൽ ജീവിതം പൊലിഞ്ഞുപോയ പിഞ്ചു പൈതങ്ങളുടെ കഥനകഥകളുടെ മുമ്പിൽ, ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ട് ആശ്രയത്വം നഷ്ടപ്പെട്ടു പോയ വിധവകളുടെ കണ്ണീരിന്റെ മുമ്പിൽ, ആശ്രയത്വം നൽകേണ്ട മക്കളുടെ കണ്ണുനീരുകളുടെ മുമ്പിൽ, വിലാപങ്ങളുടെ യാത്ര തിരിച്ച മാതാപിതാക്കളുടെ ദീനരോധനങ്ങളുടെ മുമ്പിൽ, അനാഥ സംരക്ഷണത്തിന്റെ പുതിയ ലോകം പടുക്കാൻ, പാവപ്പെട്ടവന് സംരക്ഷിക്കുന്ന പുതിയ ലോകം പടുക്കാൻ, മനുഷ്യരോട് ഇതാ ഒരു സുരക്ഷിതത്വത്തിന്റെ ലോകമുണ്ട്, നിങ്ങൾക്ക് സമാധാനം നൽകുന്ന ഒരു മതമുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ, എന്റെ പ്രിയപ്പെട്ട അനുജ, ദേവദാസേ, ബാല, നിന്റെ ടെൻഷന് പരിഹാരമുണ്ടെന്ന് പറയാൻ, കുരിശും വരച്ച് സിട്ടാവായ പടച്ചതമ്പുരാനെ മറന്ന് സിട്ടിയെ ആരാധിച്ചു പോയതിന്റെ വേദനകൾ അനുഭവിച്ച എന്റെ പ്രിയപ്പെട്ട ജോർജെ, നിന്റെ മുമ്പിൽ പരിഹാരമുണ്ടെന്ന് തലയുയർത്തി പറയാൻ. അതേ പ്രിയപ്പെട്ടവരെ, മതം സുരക്ഷയാകുന്നു എന്ന ഈ മഹിതമായ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഞാൻ. ഒരു ടൂ വീലർ സവാരിക്കാരന് കൃഷ്ണ സിംഗ് ശക്തമായി നിർദ്ദേശിച്ചു, നിന്റെ തല പൊട്ടാതിരിക്കാൻ, ബൈക്ക് ആക്സിഡന്റിൽ നിനക്ക് പരിക്കുകളെ കുറച്ചു കൊണ്ടുവരാൻ, നിന്റെ തലയുടെ സുരക്ഷിതത്വത്തിന് ഹെൽമെറ്റ് നിനക്ക് അനിവാര്യമാണ് യുവാവേ എന്ന് കൃഷ്ണ സിംഗ് പറയുമ്പോ അതൊരു സുരക്ഷിതത്വത്തിന്റെ മേഖലയാണ്. ഫോർ വീലർ റോട്ടിലിറക്കി സഞ്ചരിക്കുമ്പോ അരക്കച്ചയിലൂടെ പൂണൂല് ധരിക്കുന്ന പോലെ കറുത്ത ബെൽറ്റ് ധരിക്കുന്നത് നിന്റെ സുരക്ഷിതത്വത്തിന് അനിവാര്യമാണെന്ന് പറയുമ്പോൾ, ശത്രുക്കളുടെ വെടിയുണ്ടകൾ ഏൽക്കാതിരിക്കാൻ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്നവർക്ക് ബുള്ളറ്റ് പ്രൂഫ് അനിവാര്യമാണെന്ന് പറഞ്ഞ പോലെ, അതുപോലെ സഹോദരങ്ങളെ, ലോകത്ത് പലതിനും ആകാശമേലാപ്പിന്റെ അനന്തതയിൽ ഓസോൺ ലെയർ, അൾട്രാ വയലറ്റ് രശ്മികളും കോസ്മിക് രശ്മികളും 2000 മുതൽ 3000 വരെ ആംസ്ട്രോങ് തരംഗദൈർഘ്യമുള്ള അൾട്രാ വയലറ്റ് രശ്മികളും കോസ്മിക് രശ്മികളും മനുഷ്യ ശരീരത്തിൽ പതിക്കാതിരിക്കാൻ സുരക്ഷിതമായ മേൽക്കൂര സൃഷ്ടിച്ച ലോകത്തിന്റെ തമ്പുരാൻ, അതൊക്കെ സുരക്ഷ തന്നെയാണ്. വീടിന്റെ ഏറ്റവും ശക്തമായ സുരക്ഷ അതിന്റെ ഫ്രണ്ടിലെയും ബാക്കിലെയും ഡോറുകളാണ്. ഇതൊക്കെ സുരക്ഷിതത്വത്തിന്റെ മേഖലകളാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാവർക്കും ചിന്തിക്കാവുന്നതാണ്. എന്നാൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ സ്വസ്ഥതയും സുരക്ഷിതത്വവും എവിടെ നിന്ന് ലഭിക്കുമെന്നത് വളരെ പ്രധാനമായ ചോദ്യമാണ്. മക്കളോട് സ്നേഹമില്ലാത്ത അമ്മമാരുടെ, അതുപോലെ മാതാപിതാക്കളോട് സ്നേഹമില്ലാത്ത മക്കളുടെ എല്ലാം നിലനിൽക്കുന്ന ഒരു ലോകത്ത് പരിഹാരം നിർദ്ദേശിക്കുകയാണ് നാം. നോക്കൂ, ലോകത്ത് മനുഷ്യ സമൂഹം മൊത്തത്തിലുള്ള ഒരു പിക്ചറാണ് ഈ പറയുന്നത്. പരിഹാരം വേണ്ടേ? പരിഹാരം ഉണ്ടോ? ഇങ്ങനെ ഒരു ജനത കഴിഞ്ഞുപോയി, ആ ജനതയിൽ പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതവിടെ ചാവക്കാട് ഇത് സമർപ്പിക്കുമ്പോ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ, ബൈലക്സ് മെസ്സഞ്ചറിൽ, ഇസ്ലാമിക് ക്ലാസ് റൂമിൽ, ലോകത്തിന്റെ അനന്തമായ സാധ്യതകളിൽ മനുഷ്യരിത് കേൾക്കുന്നുണ്ടാവും. ഉറപ്പാ, മനുഷ്യർ സാഗൂതം ഇത് കേൾക്കുന്നുണ്ടാവും. ജീവിതം എന്താന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് മതം സുരക്ഷിതത്വത്തിന്റെ ചരിത്രം നമുക്ക് പറയാനുള്ളത്. ഒരുപാട് കാലം മുസ്ലിമായി ജീവിച്ചില്ലേ നമ്മളൊക്കെ? എന്തെങ്കിലും നേടിയോ? നേരത്തെ എവിടെ സ്വലാഹി സൂചിപ്പിച്ചുവല്ലോ, നമ്മുടെ ദേവത്ത് നിർത്തിവെക്കാനായിട്ടില്ലെന്ന് അല്ലേ? നമ്മുടെ ദേവത്ത് അപങ്കുരം തുടരേണ്ട ഒന്നാണ്, കണ്ടിന്യൂസ് ആയി നടക്കേണ്ടതാണ്. പ്രാണവായു പോലെ
പ്രാണവായു പോലെ മനുഷ്യരെ യഥാർത്ഥ ജീവിതം പഠിപ്പിക്കേണ്ടത്. യഥാർത്ഥമായ ജീവിതം, നാട് വിട്ടുപോകൽ, കാട്ടിലേക്ക് കയറൽ, ഇതൊക്കെ മതത്തിന്റെ ഭാഗമായി നടന്നിരുന്നു ഒരു കാലഘട്ടത്തിൽ. റസൂലുള്ളാഹി വരുന്ന കാലം, റസൂലുള്ളാഹിന്റെ മുമ്പത്തെ കാലം, സ്വാമി വിവേകാനന്ദ പറഞ്ഞ കാലം ഏത്? പെണ്ണിനെ തൊടാതിരിക്കലാണ് മോക്ഷസങ്കല്പത്തിന് നിദാനമെന്ന് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ സെൻബോളിന്റെ വാചകം, സ്വാമി വിവേകാനന്ദന്റെ വാചകം. വിവാഹം വേണ്ട, വിവാഹം വേണ്ട. ഓഷോ, ഭഗവാൻ രജനീഷിന്റെ സിദ്ധാന്തങ്ങൾ, ബട്ടൺ റസലിന്റെ സ്വന്തം ശിഷ്യനുമായി, ശിഷ്യന്റെ ഭാര്യയുമായി BVMI വിട്ടുമായ വൃത്തികെട്ട ലൈംഗികമായ അരാജകത്വങ്ങൾ, കുത്തഴിഞ്ഞ ജീവിതങ്ങൾ, ലോകം കണ്ട ഏറ്റവും വലിയ പാപങ്ങളുടെ സംരക്ഷകനായ വിക്ടർ യുഗോയുടെ അധാർമിക ജീവിതങ്ങൾ, ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു ലോകത്ത് പരിഹാരം എന്തുണ്ട്? മദ്യപാനമില്ലാത്തൊരു ലോകം ഉണ്ടാവണം. ആവട്ടെ, പോകട്ടെ, തുലയട്ടെ, എന്തുമാകട്ടെ, കുടിച്ചു നശിക്കട്ടെ പുതിയ തലമുറ എന്നൊരു മുദ്രാവാക്യം ഇവിടെ അറിയാതെ വന്നിട്ടുണ്ട്. കുടിയന്മാരുടെ നാട്, കുടിയാന്മാരുടെ നാടല്ല, കുടിയന്മാരുടെ നാട്. 2 വയസ്സുള്ള കുട്ടിയെ കൊഞ്ചിക്കളിപ്പിക്കാൻ 16കാരൻ വരുമ്പോ പേടിക്കേണ്ട കാലഘട്ടം. 60 കഴിഞ്ഞ കാരണോര് 2.5 വയസ്സുള്ള പെൺകുട്ടിയുടെ നേരെ മോളെ എന്ന് വിളിക്കുമ്പോ കാമാസക്തി ദർശിക്കുന്ന പുതിയ ലോകം. ശരി, ഇതൊക്കെ പ്രശ്നമാണ്. എന്താ പരിഹാരം? എന്താ പരിഹാരം? എന്താ പരിഹാരം? മതം എങ്ങനെയാ സുരക്ഷിതമാകുക? ഹെൽമെറ്റ് സുരക്ഷിതമായ പോലെ ഫ്ലൈറ്റിൽ കയറിയ ബെൽറ്റ് ഇടണം. ഫ്ലൈറ്റിൽ കയറിയ ഒരു നിശ്ചിതമായ സീറ്റ് ചാരി വെക്കാൻ പാടില്ല, അതിങ്ങനെ സ്റ്റേണായിട്ട് വെക്കണം. എന്താ? സുരക്ഷിതത്വമാണ്. ട്രെയിനിന്റെ ഡോറ് വളരെ ശക്തമാണ്, പോലീസുകാരുണ്ടാവും, ഇതൊക്കെ മനുഷ്യന്റെ സുരക്ഷിതത്വമാണ്. ഒറ്റക്കയ്യന്മാർ പെൺകുട്ടികളുടെ ശരീരം പിച്ചി ചീന്തുന്ന കഴുകന്മാരാകും. അതുകൊണ്ട് അവിടെ പോലീസുകാർ ആവശ്യമാണ്, സുരക്ഷിതത്വമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കഅബത്തിന്റെ അടുത്ത് ഓർക്കണം, മനസ്സ് കുറിച്ചിടണം. 1 മിനിറ്റ് പോലും നിങ്ങളുടെ ശ്രദ്ധ തെറ്റിപ്പോകരുത്, 1 മിനിറ്റ് പോലും നിങ്ങൾ എഴുന്നേറ്റ് പോകരുത്. നിങ്ങളുടെ മൊബൈലുകളുടെ സൈലന്റ് ഓപ്ഷനിൽ അത് കാണുമ്പോ എടുത്തു പോകരുത്. നിങ്ങളിൽ മന്ത്രിമാരില്ല, ജില്ലാ കളക്ടർമാരില്ല, ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്കുക, ശ്രദ്ധിച്ചു കേട്ട് കാര്യങ്ങൾ ഉൾക്കൊണ്ട് നല്ലത് പിൻപറ്റി നല്ലതിനു വേണ്ടി ജീവിക്കുന്ന ഒരു പുതിയ തലമുറയെ ചാവക്കാടിന്റെ മണ്ണിൽ തൃശൂരിന്റെ ജില്ലാ സമ്മേളനം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ സമ്മേളനം സാർത്ഥമായി നെഞ്ചകത്തേറ്റി എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടാകണം. അതിനുവേണ്ടിയാ പറയുന്നത്, റസൂലുള്ള കഅബത്തിന്റെ ഓരത്ത് ഒരു കറുത്ത പുതപ്പ് വെച്ച് കൈ തലയാണയായി പലതും മയവറക്കി ചിന്തിച്ച് ഇന്നലകളെ, ഇന്നിനെ, നാളെ പലതും ആലോചിച്ച് കിടക്കുകയാണ്. അപ്പൊ അവിടേക്ക് ഒരു സഹാബി വന്നു. ഖബ്ബാബ്. ആരാ ഖബ്ബാബ്? ആരാ ഖബ്ബാബ്? മുസ്ലിങ്ങൾ അറിയട്ടെ, ആരാ ഖബ്ബാബ്? കൊല്ലപ്പണിക്കാരനായിരുന്നു, കൊല്ലപ്പണിക്കാരനായിരുന്നു ഖബ്ബാബ്. ആ ഖബ്ബാബ് ഒരേ ഒരു തെറ്റേ ചെയ്തുള്ളൂ, പ്രവാചകനിൽ വിശ്വസിച്ചു. സമ്പൂർണ്ണ മാതൃകയായ പ്രവാചകനിൽ വിശ്വസിച്ചു. ജീവിതത്തിന്റെ ഊടുംപാവം നൽകിയ പ്രവാചകനിൽ വിശ്വസിച്ചു. ജീവിതത്തിന് അർത്ഥമുണ്ടാക്കിയ പ്രവാചകനിൽ വിശ്വസിച്ചു. മരുഭൂമിയിൽ ഊശര ഹൃദയം പേറി ഊശര ഭൂമിയിൽ ജീവിച്ച് ബുദ്ധിയില്ലാത്ത ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ടെന്റ് കെട്ടി ജീവിച്ച ഒരു ജനപദത്തെ, കാമാസക്തിയോടുകൂടി മാത്രം പെണ്ണിനെ നോക്കിക്കണ്ട ഒരു ജനപദത്തെ, വൈദൽ മൗഊദത്ത് സുയിലത് ബിഅയ്യി ദംബിൻ ഖുതിലത് 81-ാം അധ്യായം 8-9 വചനമാണ്. വൈദാ ബുശ്റാ അഹദും ബിൽ ഉൻസാ, അതെ, ഒരു പെൺകുട്ടി പിറന്നു എന്നറിഞ്ഞാൽ മുഖം വിവർണമാകുന്ന ജീവനോടെ പെണ്ണിന്റെ കയ്യും പെൺകുട്ടിയുടെ കയ്യും പിടിച്ച് കൊഞ്ചിക്കൊഴഞ്ഞ് ആ ലാളന കണ്ട് ആ കവിൾത്തടത്തിൽ ചുംബിക്കേണ്ടതിന് പകരം മണ്ണ് വെട്ടി മണ്ണിലേക്ക് വാരിയിട്ട് ആ വായിലേക്ക് മണ്ണ് വെട്ടിയിട്ട് മമ്മട്ടി കൊണ്ട് തിരിച്ചു പോകുന്ന ഒരു ജനപദത്തെ, 3 പെൺകുട്ടി ഉണ്ടെങ്കിൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് പഠിപ്പിക്കുക വഴി സ്ത്രീത്വത്തിന് മകുടം ചാർത്തിയ മഹാപ്രവാചകൻ വിശ്വാചാര്യൻ സമുന്നിധ മഹാമതിഖ്യാത ശിഷ്യശാഖ സമുന്നിധം, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി, കരുണാവാൻ നബി, മണിമുക്തി രത്നമോ എന്ന് പറഞ്ഞ ആ പ്രവാചക ചക്രവർത്തി, ആ പ്രവാചക ചക്രവർത്തിയിൽ ഖബ്ബാബ് വിശ്വസിച്ചു പോയി. ഖബ്ബാബിന്റെ ഉമ്മ അമ്മാറ ഓർത്തോളി മുജാഹിദികള്, ചെറിയൊരു വിമർശനം കേൾക്കാൻ വയ്യല്ലേ, സഹിക്കാൻ വയ്യല്ലേ? വലാ യഖാഫൂന ലൗമത ലായിം, ആക്ഷേപകന്റെ ആക്ഷേപത്തെ സഹിക്കാൻ കഴിയണല്ലേ? പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുവല്ലേ? തിരിച്ചലുകൾ ഉണ്ടാകുമ്പോൾ പോലും പൊട്ടിത്തെറി ഉണ്ടാകുന്നുവല്ലേ? സഹോദരാ, ഖബ്ബാബ് ആരാ? ഉമ്മ അമ്മാറ ഖബ്ബാബിനെ
വലിയ തീക്കനൽ, അതായത് ഖബ്ബാബിന്റെ ശരീരത്തിന്റെ നീട്ടനുസരിച്ച് മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന മണലിൽ, കടല വറക്കുന്ന മണലിൽ, കടല വറുത്തെടുത്ത മണലിൽ, അഥവാ സൂര്യതാപമേറ്റ് തിളച്ച മണലിൽ തീക്കനലുകൾ നിരത്തി ഖബ്ബാബിനെ തിരിച്ചും മലത്തിയും കിടത്തി പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്, തള്ളിപ്പറ മുഹമ്മദിനെ തള്ളിപ്പറ എന്ന് പറഞ്ഞ് ബോധം കെട്ട് ശരീരത്തിൽ ആഴമേറിയ മുറിവുകൾ ഉണ്ടായി മാംസം തോർന്നു പോകാതെ എല്ലുകൾ പുറത്തേക്ക് തള്ളി നിന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് പോലും ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ച ധനാഢ്യനായി ദരിദ്രനായി ജീവിച്ച് ധനാഢ്യനായി മരിച്ചുപോയ ഖബ്ബാബ് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു, കാബത്തിന്റെ പരിസരത്തേക്ക് വന്നു. അലാ റസൂലേ, കാണുന്നില്ലേ ശരീരം തോലുരിയപ്പെട്ടിരിക്കുന്നു? റസൂലേ, ആഴമേറിയ മുറിവുകൾ കാണുന്നില്ലേ? അലാ അലാ തദ്ഊലന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലയോ? ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലയോ? പ്രവാചകന് ഇഷ്ടപ്പെട്ടില്ല, പ്രവാചക തിരുമേനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രവാചകൻ പറഞ്ഞു, ഖബ്ബാബ് ധൃതി കാണിക്കുകയാണ്. അതെ, അം ഹസിബ്തും അന്നമാ അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും വയഅലമസ് സ്വാബിരീൻ. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നത, അതെ, അൻ തദ്ഖുലുൽ ജന്നത. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലും സൂറത്ത് ആൽ ഇംറാനിലെ വചനത്തിലെ 142ലും സൂറത്ത് ബഖറയിലെ 214ലും പറഞ്ഞു, വസുൽസിലു, അവർ വിറപ്പിക്കപ്പെട്ടു. ഹത്താ, ഏതുവരെ? യഖൂലർ റസൂലു മത്താ നസ്റുല്ലാഹ്, അതെ, വല്ലദീന മഅഹു മത്താ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്മാർ വരെ ചോദിക്കുന്നത് വരെ, ഏ ഖബ്ബാബ്, നിന്റെ മുമ്പ് കഴിഞ്ഞു പോയ ഒരു ജനപദമില്ലേ? ഖുതുല അസ്ഹാബുൽ ഖുദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ് വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ് വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. പ്രതാപവാനായ അല്ലാഹ് മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ അഗ്നികുണ്ഡത്തിന്റെ ഉള്ളിലിട്ട് ചുട്ടുകരിച്ച് എല്ലുകൾ പൊട്ടിയ ശബ്ദം കേട്ട് ആർത്തട്ടഹസിച്ച ഒരു ജനപദം കഴിഞ്ഞു പോയപ്പോഴും ഈമാൻ വർദ്ധിക്കുകയല്ലാതെ അവർക്കൊരു കുറവും ഉണ്ടായിട്ടില്ല. ഖബ്ബാബ്, എന്നിട്ട് റസൂലുള്ളാഹി ഒരു സന്തോഷ വാർത്ത അറിയിച്ചു, ഖബ്ബാബ് ധൃതി കാണിക്കേണ്ട, ഖബ്ബാബ് വരും. എല്ലാരും ഓർക്കുക, പെട്ടെന്ന് തന്നെ ലോകത്തെ നന്നാക്കി കളയാം, എല്ലാം ശരിയാക്കി കളയാം എന്ന് നമ്മളാരും വിചാരിക്കരുത് കേട്ടോ. അള്ളാന്റെ റസൂല് പറയാൻ, ഖബ്ബാബ് ഇതൊക്കെ ഇന്നല്ലേ, നാളെ വരും ഖബ്ബാബ് ഒരു ദിനം, നാളെ വരും ഖബ്ബാബ് ഒരു സൂര്യോദയം, നാളെ വരും ഖബ്ബാബ് ഒരു ശാന്തത, നാളെ വരും ഖബ്ബാബ് ഒരു പ്രതാപം. അതല്ലേ അതല്ലേ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ ഒരേ ഒരു വാചകം ഒന്ന് ഞാൻ വായിച്ച് കേൾപ്പിച്ചു കൊള്ളട്ടെ, ആവേശദായകമായി. സൂറത്ത് 24-ാം അധ്യായം 55-ാമത്തെ വാചകം, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലഫന്നഹും ഫിൽ അർളി കമാ സ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്ന ലഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅബുദൂനനി ലാ യുശ്രികൂ ബില്ലാഹി ശൈആ. അതെ, വമൻ കഫറ ബഅദ ദാലിക് ഫൗലൈക ഹുമുൽ ഫാസിഖൂൻ. ആയത്തിന്റെ അർത്ഥം എന്താ? എല്ലാരും ഒന്ന് കേട്ടെ. മതം സുരക്ഷയാണല്ലേ, മതം സമാധാനമാണല്ലേ, മതം ശാന്തിയാണല്ലേ, മതം നീതിയാണല്ലേ, മതം സമത്വമാണല്ലേ, മതം സ്നേഹമാണല്ലേ, മതം കാരുണ്യമാണല്ലേ, മതം ദാമ്പത്യമാണല്ലേ, മതം കച്ചവടമാണല്ലേ, മതം മനുഷ്യന് ടോട്ടൽ ആശ്വാസം നൽകുന്നതാണല്ലേ. ആയത്ത് കേട്ടോ, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും, കേട്ടോളൂ, പഠിച്ചോളൂ, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സത്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരോട് നാം വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവരുടെ മുമ്പുള്ളവർക്ക് ഖിലാഫത്ത് നൽകിയ പോലെ, ഭരണച്ചെങ്കോല് നൽകിയ പോലെ, നൂറ്റാണ്ടുകളോളം അധികാരത്തിന്റെ ചെങ്കോല് നൽകിയതുപോലെ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ചെങ്കോലുകൾ നൽകും. തീർന്നില്ല, അവൻ തൃപ്തിപ്പെട്ടു തന്ന നിങ്ങളുടെ മതത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സ്വാധീനമുണ്ടാകും. ആരും നിങ്ങളെ സഹായിക്കുന്ന, ആരും നിങ്ങളെ അംഗീകരിക്കുന്ന, നിങ്ങളുടെ മതം എവിടെ നോക്കിയാലും ആളുകളുടെ സപ്പോർട്ട് കിട്ടുന്ന ഒരു കാലമുണ്ടാകും. തീർന്നില്ല, അവരുടെ ഭയപ്പാടിന് ശേഷം അവർക്ക് സുരക്ഷിതത്വം നൽകും, ഭയത്തിന് ശേഷം അവർക്ക് സുരക്ഷിതത്വം നൽകും. ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഇതൊക്കെ നൽകണമെങ്കിൽ, അതായത് യുവാക്കളെ,
ഇസ്ലാമിന്റെ ഭരണം കിട്ടണമെങ്കിൽ, യുവാക്കളെ ഇസ്ലാമിന് സ്വീകാര്യത കിട്ടണമെങ്കിൽ, യുവാക്കളെ ഭയമില്ലാത്ത ആമനഹും മിൻ ഖൗഫ് എന്ന് സൂറത്ത് ഖുറൈശ് പറഞ്ഞില്ലേ, ഭയത്തിന് ശേഷം നിർഭയത്വം നൽകി. മുഅ്മിൻ എന്ന പദത്തിന്റെ അർത്ഥം ഭയമില്ലാത്തവൻ എന്നാണ്. വിശ്വാസി എന്ന് മാത്രമല്ല, ഒന്നിനെയും ഭയക്കാത്തവൻ. നോക്കൂ, അള്ളാഹു പറഞ്ഞില്ലേ, വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹനെയല്ലാതെ ഒരാളെയും പേടിക്കാത്തവൻ. 9-ാം അധ്യായം 18-ാമത്തെ വചനം. അല്ലദീന അല്ലാഹു സുബ്ഹാനഹു വ തആല 33-ലും 39-ലും പറഞ്ഞ ആ ദേവത്ത് നയിക്കുന്നവർ അല്ലാഹനെയല്ലാതെ വേറൊരാളെ പേടിക്കുകയില്ല. ഈ മൂന്നവസ്ഥ ഏതാണ്? മൂന്നവസ്ഥ: 1 നിർഭയത്വം, 2 ഇസ്ലാമിന് സ്വാധീനം, 3 ഇസ്ലാമിന്റെ ഖിലാഫത്ത്. ഇത് നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ? വിശ്വസിക്കുകയും അമലു സ്വാലിഹാത്ത് ചെയ്യുകയും ചെയ്താൽ മാത്രം പോരാ. പിന്നെ എന്താ? അവരെന്നെ ആയിരിക്കും ആരാധിക്കുക, അവരെന്നെ ആയിരിക്കും ആരാധിക്കുക. അതാണ് കണ്ടീഷൻ. യഅ്ബുദൂനനി ലാ യുശ്രികൂന ബിഹി ശൈഅ, അവരെന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. കണ്ടീഷൻ എന്താ? തൗഹീദ് ഉണ്ടാവുക എന്നതാണ്. കണ്ടീഷൻ എന്താ? കൊട്ടാരം ഉണ്ടാവുക എന്നതല്ല. കണ്ടീഷൻ എന്താ? അമ്പരചുംബികളായ അറബ് സ്ഥാപനങ്ങൾ ഉണ്ടാവുക എന്നതല്ല. കണ്ടീഷൻ എന്താ? യഅ്ബുദൂനനി ലാ യുശ്രികൂന ബിഹി ശൈഅ, അവരെന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. അതാ കണ്ടീഷൻ. ആ കണ്ടീഷൻ പാലിച്ചാൽ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഖബ്ബാബേ, അങ്ങ് ഇറാഖിൽ നിന്നൊരു പെണ്ണിന് നിർഭയത്വം ചെന്നായല്ലാതെ അല്ലാഹുവിനെയല്ലാതെ വേറൊരു ശക്തിയെയും പേടിക്കേണ്ടതില്ലാത്ത വിധം നിർഭയത്വം വരും. ഖബ്ബാബേ, അതേ, അറബുകൾക്ക് അനറബി കീഴ്പ്പെടും, ലോകം കീഴ്പ്പെടും. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പടിവാതിക്കൽ ഈ ആദർശത്തിന്റെ ജൈത്രയാത്ര നടന്നു. റോം അധീനപ്പെട്ടു, പേർഷ്യ അധീനപ്പെട്ടു. ഗിബ്ബൺ എന്ന് പറയുന്ന ലോകം കണ്ട ചരിത്രകാരന്റെ ഒരു വാക്ക്, റോമൻ എംപയർ എന്ന് ചരിത്ര പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, റോമയുടെയും പേർഷ്യയുടെയും യൂറോപ്പിലെ വൃത്തികെട്ട ബർബറുകളുടെയും കുത്തഴിഞ്ഞ നെറികെട്ട ജീവിത കാലഘട്ടത്തിലാണ് ഭാഗ്യവശാൽ മുഹമ്മദിന്റെ ജന്മമുണ്ടാകുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. പറയൂ പ്രവാചകരെ, ഞാൻ ലോകത്തിന് മുഴുവനുമുള്ള പ്രവാചകനാണ്. ഹിന്ദുവിന്, മുസ്ലിമിന്, ക്രിസ്ത്യാനിക്ക്, ജൈനന്, ബൗദ്ധന്, മതമുള്ളവനില്ലാത്തവന്, പാശ്ചാത്യന്, പൗരസ്ത്യന്, എല്ലാവർക്കുമുള്ള പ്രവാചകനാണ്. അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ അധിപതിയായ അല്ലാഹുവിന്റെ പ്രവാചകൻ. ശരി, ആ പ്രവാചകൻ എന്താ അവിടെ നിർവഹിച്ചത്? ഗിബ്ബൺ പറഞ്ഞത് എന്താ? ഭാഗ്യവശാലാണ് ആ ജന്മം ഉണ്ടായത്. ഏത് ജന്മമുണ്ടായത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മമുണ്ടായത്. എന്തേ അദ്ദേഹം നിർവഹിച്ച ദൗത്യം? കാർൽ മാർക്സിൽ നിന്ന്, എംഗൽസിൽ നിന്ന്, ലെനിനിൽ നിന്ന്, മുസോളിനിയിൽ നിന്ന്, ഡെമോസ്തനീസിൽ നിന്ന്, അലക്സാണ്ടർ ദി ഗ്രേറ്റിൽ നിന്ന്, നെപ്പോളിയൻ ബൊണപ്പാർട്ടിൽ നിന്ന്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൽ നിന്ന്, മഹാത്മാഗാന്ധിയിൽ നിന്ന്, അബ്രഹാം ലിങ്കണിൽ നിന്ന്. ആ പ്രവാചകൻ എന്താ പ്രത്യേകത? The 100 by Michael Chart, The 100 by Michael Chart, ചാപ്റ്റർ 1, പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് 1-ാം സ്ഥാനത്താണ്. എന്താ കാരണം? തോമസ് കാർലൈൻ, എം എൻ റോയ് അവരൊക്കെ പറഞ്ഞെന്താ? ആ പ്രവാചകനെ കുറിച്ച് പറഞ്ഞെന്താ? ലോക നേതാക്കന്മാരുടെ ദൃഷ്ടിയിൽ ആ പ്രവാചകൻ ആരാ? എല്ലാവരോടും, ഈ ചാവക്കാടിന്റെ മണ്ണിൽ പ്രസംഗം കേൾക്കുന്നവരോട്, നിങ്ങൾ ലോക ചരിത്രം പഠിച്ചിട്ടുണ്ടോ? ആ പഠനത്തിൽ ഏറ്റവും നിർഭയത്വമുള്ള ഒരു ജനപദത്തെ എങ്ങനെ ഉണ്ടാക്കി? എന്റെ മതം സുരക്ഷിതത്വം നൽകിയത്? വിശ്വാസം തന്നെ ഒരു സുരക്ഷിതത്വമാണ്. അപ്പൊ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സുരക്ഷിതത്വം എന്താ? ഒരു ഉദാഹരണം പറയാം, ഞാൻ വളരെ ലളിതമായി പറയാം. എന്റെ വീടിന്റെ തൊട്ടടുത്ത് സായി ഭക്തനായ ബാബുട്ടൻ, അദ്ദേഹം സായിബാബയെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മകൻ വന്നിട്ട് പറയുന്ന, അച്ഛ, സായിബാബ മരിച്ചു. എല്ലാരും ഓർക്കണം. ആര്? ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവം മരിച്ചു. ഭക്തനോ ജീവിച്ചിരിക്കുന്നു. ഭക്തന്റെ ഹാർട്ട് വീണ്ടും മിടിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്തൻ ആരാധിച്ച ദൈവത്തിന്റെ ഹാർട്ടിന്റെ മിടിപ്പ് നിന്നിരിക്കുന്നു, പൾസ് നിന്നിരിക്കുന്നു. മനുഷ്യനെന്ന മഹാബുദ്ധിജീവി. ആലോചിച്ചോളണം. ഞാൻ ആരാധിക്കുന്ന ദൈവം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ മരിച്ചെടുക്കണം. മാനവകുലത്തോടൊന്ന് ചോദിച്ചോട്ടെ, ഞങ്ങൾക്ക് ഇന്ന് ഈ ജില്ലാ സമ്മേളനം കഴിഞ്ഞ് പിരിഞ്ഞ് ജില്ലയുടെ വിവിധ ഭാഗത്തെത്തുമ്പോ അല്ല മരിച്ചു എന്നുള്ളൊരു ന്യൂസ് കേൾക്കേണ്ടി വരില്ല. നഊദു ബില്ലാഹ്.
അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്, എല്ലാവരെയും അറിയുന്നവനാണ്, ലോകത്തിന്റെ സർവാധിപതിയാണ്. ഹയ്യുൽ ലാ യമൂത്ത്. അങ്ങനെ പറയാൻ കഴിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞാൻ അതാ ഓർത്ത്, സായിബാബ മരിച്ചെടുക്കുമ്പോൾ ഒരാൾക്ക് എണീറ്റെന്ന് പുട്ടപ്പുറത്തി പറയാൻ കഴിയോ? സായിബാബയെ ആരെങ്കിലും ആരാധിച്ചിട്ടുണ്ടെങ്കിൽ സായിബാബ മരിച്ചു. അല്ല, സർവശക്തനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഹയ്യുൽ ലാ യമൂത്ത് എന്ന് പറയാൻ പുട്ടപ്പുറത്തിയിൽ ഒരുത്തന് ധൈര്യം ഉണ്ടായോ? പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചെന്ന് അബൂബക്കർ സിദ്ദീഖ് എണീറ്റുന്നു. ലോകമേ, മതസമൂഹമേ, ക്രിസ്ത്യാനികളെ, ഹൈന്ദവരെ, നിങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾക്ക് കഴിയും. അബൂബക്കർ സിദ്ദീഖ് എഴുന്നേറ്റെന്ന് എന്താ പറഞ്ഞറിയോ? ദാ നോക്കേ, 23 കൊല്ലം പ്രവാചകനായി കിടക്കണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആള് മരിച്ചിരിക്കണു. ആള് മരിച്ചിരിക്കണു, ആള് മരിച്ചു കിടക്കുകയാണ്. ഇതാ ഇദ്ദേഹത്തെയാണ് ആരാധിക്കെങ്കിൽ അവസാനിപ്പിച്ചോളി. ഇദ്ദേഹത്തെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവസാനിപ്പിച്ചോളി. അതല്ല, അല്ലാഹുവിനെയാണോ ആരാധിക്കുന്നത്? ഹയ്യുൽ ലാ യമൂത്ത്. അവൻ ഒരിക്കലും മരിക്കില്ല. പറയാൻ കഴിയോ? പറയാൻ കഴിയോ? ശ്രീരാമനെ കുറിച്ച്, ശ്രീകൃഷ്ണനെ കുറിച്ച്, മുഹമ്മദ് നബിയെ കുറിച്ച്, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ കഴിയോ? പുട്ടപ്രതിയിലെ സായിബാബ മരിച്ചു, അമ്മ മരിക്കും, രവിശങ്കർ മരിക്കും, തങ്ങന്മാര് മരിക്കും, ബീവിമാര് മരിക്കും. മരിക്കാത്തോലായിട്ട് ആരുണ്ടോ? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഓലൊക്കെ മരിച്ചു. മരിക്കുന്നവരെ ആരാധിക്കേ. സ്വന്തം ഹാർട്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരെ ആരാധിക്കേ. എന്റെ ബാല, ഒന്ന് ഉണർന്ന് ചിന്തിക്ക്. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ഏകനായ ദൈവമേ, ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു. എന്റെ തേട്ടങ്ങൾ മുഴുവനും എനിക്ക് കുട്ടികളെ തരണേ, രോഗം മാറ്റണേ, കച്ചവടം നന്നാക്കി തരണേ, ഇങ്ങനെയുള്ള എന്റെ എല്ലാ പ്രാർത്ഥനയും, എന്റെ മക്കൾ നന്നായി പഠിക്കണേ, അവര് പാസ്സാവണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആരോടാ? ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ഈ മഹാജഗത്തിന്റെ സർവേശ്വരനോടാണ്, അള്ളാഹുവിനോടാണ്. അങ്ങനെ പഠിപ്പിച്ചതാ മഹാനിർവഹണ സ്തോത്രം. അല്ലാതെ ഗുരുവായൂരപ്പനെയോ പിശാരിക്കാവിലമ്മയെയോ അല്ലെ ഗുരുവായൂരപ്പനെയോ വിളിക്കാനല്ല. ലോകത്തിന്റെ സൃഷ്ടാവിനെ, സർവശക്തനായ അള്ളാഹുവിനെ, ലോകത്തിന്റെ നാഥനെ, ത്വമീശ്വരാണം പരമം മഹേശ്വരം താം ദേവതാനാം പരമം ച ദൈവതം പദീം പദീന പരമം പരസ്താത് വിധാമദേവം ഭുവനേശമേഡ്യം ശ്വേതരോപനിഷത്തിലെ 12ാമത്തെ വാചകം. എന്താ ഇതിനർത്ഥം? നിങ്ങൾ ആരാധിക്കുന്നവരൊന്നും ആരാധ്യന്മാരല്ല, അവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന പരമാരാധ്യൻ, ലോകത്തിന്റെ നാഥൻ, അവനെയാണ് ആരാധിക്കേണ്ടത് എന്നാ പറയുന്നത്. ആ നാഥനെ ആരാധിക്കുമ്പോൾ കിട്ടുന്നതാണ് സുരക്ഷിതത്വം. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ മുസ്ലിമീങ്ങളിൽ ചേനരയിലെ അബൂബക്കർ ഹാജിയാർ, മതത്തിന്റെ സുരക്ഷിതത്വത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം കല്യാണം കഴിച്ചു, കുറെ വർഷമായി കുട്ടികളില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാ ദർഗകളിലും പോയി നേർച്ചേർന്നു. പെരുമ്പടപ്പ് പുത്തമ്പള്ളിയാറാം, പെരും പടപ്പ്, അല്ലാത്തൊരു പടപ്പ്, വല്ലാത്തൊരു പടപ്പ്. ആ പടപ്പിലെ ഒരു പ്രത്യേകത എന്താ പറയുക? പുത്തമ്പള്ളിയാറത്തില് കുട്ടികളെ കിട്ടാനാ പോവുക. അവിടെ ഒക്കെ പോയി, ഏർവാടി പോയി, നാഗൂർ പോയി, ഒറ്റ ഔലിയാക്കളും കനിഞ്ഞില്ല, ഒറ്റ ഔലിയാക്കളും കനിഞ്ഞില്ല. അവസാനം ഹജ്ജിന് പോയി. അവിടെ ബീവി ഖദീജ ബീവിനെ വിളിച്ചു നോക്കി, ആയിഷ ബീവിനെ വിളിച്ചു നോക്കി, അബൂബക്കർ സിദ്ദീഖിനെ വിളിച്ചു നോക്കി, മദീനയിൽ റസൂലുള്ളാഹിനെ വിളിച്ചു നോക്കി. നിരാശ ബാക്കി. സുരക്ഷിതത്വമുണ്ടോ? നിർഭയത്തുണ്ടോ? ഉണ്ടോ? ആലോചിക്ക്. ഇല്ല. ഓടി. എങ്ങോട്ടെ? തൊട്ട അയൽവാസി മുസ്ലിം പറഞ്ഞു, ഏതായാലും അബൂബക്കർ ഹാജിയാരെ, നിങ്ങളെല്ലാ ഔലിയാക്കളെടുത്തും നിങ്ങൾ ചെന്ന് നിങ്ങൾ കേട്ട് കുട്ടിനെ കിട്ടിയില്ല. ഞങ്ങളെ ഔലിയാണ് ഗുരുവായൂരപ്പൻ. കേക്കണേ, ഞങ്ങളെ ഔലിയാണ് ആര്? ഗുരുവായൂരപ്പൻ. ഒന്നുകൂടെ ശ്രമിച്ചൂടെ? അവിടെ ഒരു തുലാഭാരം, ഒരു തുലാഭാരം. അപ്പൊ കുട്ടിനെ കിട്ടാനുള്ള ആകാംക്ഷ, അതാണല്ലോ മനുഷ്യന്റെ പ്രത്യേകത. ശിർക്ക് വന്നാലും വേണ്ടിയില്ല, നരകത്തിലെത്തിയാലും വേണ്ടിയില്ല, ഇവിടെ ഒരു കുട്ടിനെ കിട്ടട്ടെ. ഇത് നാളെ നരകത്തിലേക്കുള്ള സന്തതിയാണോ അത് നമുക്കറിയില്ല, നമുക്ക് പാരയാവോ അതൊന്നും അറിയില്ല. പക്ഷെ ശിർക്ക് ചെയ്തിട്ടാണെങ്കിൽ കുട്ടിനെ കിട്ടണം. മലപ്പുറം ജില്ലയിലെ ചേന്നരയെന്ന് ഈ ഗുരുവായൂർ വന്നിട്ട് ആ അബൂബക്കർ ഹാജിയാർ തുലാഭാരം നടത്തി പിരിഞ്ഞുപോയി. ഭാര്യ ഗർഭിണിയായി, കുട്ടി ഉണ്ടായി. നോക്കണേ, നോക്കണേ. നുവല്ലിഹി മാത്രമല്ല, തിരിഞ്ഞിടത്തേക്ക് തിരിച്ചുവിട്ടു. വനുസ്ലിഹി ജഹന്നം, ജഹന്നമിലായി. വസാഅതു മസീറ, മോശമായ താവളമായി. 4-ാം അധ്യായം 115. സുരക്ഷിതത്വമുണ്ടോ? ദർഗകളിലേക്ക്. നേരെ മറിച്ചൊരു യഥാർത്ഥ പ്രവാചകന്റെ വൈശീകരിച്ച ഒരു സെൽഫിയുടെ അവസ്ഥ എന്താ? എത്ര വർഷം കുട്ടികളില്ലെങ്കിലും അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത്,
പടച്ചോനെ നീ നൽകിയത് തടയാൻ ഒരാൾക്ക് കഴിയില്ല, നീ നൽകാൻ ഉദ്ദേശിച്ചതിനെ തടയാൻ ഒരാൾക്ക് സാധ്യമല്ല. ഇതോ ഒരു മുഅ്മിന്റെ വിശ്വാസം. സക്കരിയ നബി അതാ മാതൃക, സക്കരിയ നബി അതാ മാതൃക. അല്ലേ അറിയാലോ, ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال ربي إني وهن العظم مني واستعل الرأس شيبا ولم أكن بدعائك ربي شقيا وإني خفت الموالي من ورائي. അങ്ങനെ തുടർന്നു പോവാൻ 19-ാം അധ്യായം. എന്താ സക്കരിയ നബിയുടെ നിർഭയത്വം? ഞാനിവിടെ മുജാഹിദുകളും അല്ലാത്തവരും ഒക്കെ ഇത് കേൾക്കുന്നുണ്ടല്ലോ. എന്താ സക്കരിയ നബിയുടെ നിർഭയത്വം? പെണ്ണുങ്ങളെ, ആണുങ്ങളെ, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ, ഈ ഖുർആനിക വചനം എന്താ വചനോ, എന്താ വചനോ, എന്താ നിർഭയത്വം? അള്ളാഹിനോട് പറയണേ, സക്കരിയ നബി പടച്ചോനെ എന്റെ ഭൗതികമായ കാര്യം, കാര്യകാരണ ബന്ധത്തിനുള്ളിലുള്ള എല്ലാ കാര്യവും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഭൗതികമായിട്ടൊരു കാര്യം എനിക്കില്ല. ഞാൻ അങ്ങേയറ്റത്തെ വയോവൃദ്ധന്. എന്റെ സെമിനൽ വെസിക്കിളിൽ നിന്ന് ഒരു ഇന്ദ്രിയ പ്രവാഹം ഇനി സാധ്യമല്ല. എന്റെ എല്ലുകൾ അത്ര ദുർബലമാണ്. ഇനി എനിക്കൊരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ട് ആ നിലക്കുള്ളൊരു അവസ്ഥ, എന്റെ ഭൗതികമായ അവസ്ഥകളോട് അവസാനിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. അതുകൊണ്ടൊന്നും എനിക്കൊരു നിരാശയില്ല റബ്ബേ. നോക്കണേ, അക്കീദ് എന്താന്ന് തിരിയണേ. നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണ്, സ്വലാഹി അവതരിപ്പിച്ച വിഷയത്തിന്റെ തുടർച്ചയാ പറയണേ. സഹോദരാ, അടുത്ത വാചകം എന്താ? അടുത്ത വാചകത്തോടു കൂടി ആരാ നിരാശപ്പെടാത്ത? എന്റെ ഭാര്യയല്ലേ, ഓള് വന്ധ്യൻ. ഞാൻ ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഈ സൈഡിൽ നിന്ന് കേൾക്കുന്നവരോടും റോഡരികിൽ നിൽക്കുന്നവരോടും ഒന്ന് ചോദിച്ചോട്ടെ, ഭാര്യ ഇനി ഒരിക്കലും പ്രസവിക്കൂല എന്ന് അതിവിദഗ്ധയായ ഒരു ഗൈനക്കോളജിസ്റ്റ് പ്രഖ്യാപിച്ചാൽ, ഭർത്താവ് ഇനി ഒരിക്കലും അയാൾക്ക് ഈ 2 മില്ലിലിറ്റർ ഇന്ദ്രിയത്തിൽ ലക്ഷണമൊത്ത ബീജം ഉണ്ടാവില്ല എന്ന് ഡോക്ടർ പ്രഖ്യാപിച്ചാൽ, ഞാൻ ചോദിക്കണം, നിരാശപ്പെടുവല്ലേ? അവിടെയാണ് ഒരു മുഅ്മിന്റെ തവക്കുൽ, ഒരു മുഅ്മിനിന്റെ തൗഹീദ് അവിടെയാ. എന്താ എന്താ ബാപ്പ ഇമ്മയില്ലാതെ ആദം നബീനെ സൃഷ്ടിച്ച ആളായി റബ്ബ്, കുൻ ഫയകൂൻ. അവിടെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. സക്കരിയ നബി പറഞ്ഞ വാക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്നൊന്ന് വല്ലാത്തൊരു പടച്ചവനെ, പടച്ചവനെ, قال ربي إني وهن العظم مني واستعل الرأس شيبا ولم أكن بدعائك ربي شقيا. അല്ലാഹ് ഭൗതികമായ എല്ലാം ഇവിടെ അവസാനിച്ചു. കാര്യകാരണ ബന്ധത്തിനുള്ള സകല പദ്ധതികളോട് അവസാനിച്ചിരിക്കുകയാണ്. ഇനി കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്തുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം. അക്കാര്യത്തിൽ ഞാൻ നിരാശനല്ല. നീ ഇടപെട്ടാ മതി. നിന്നോട് ദുആ ഇറക്കുന്നതിൽ ഞാൻ നിരാശനല്ല. ആമിന, ആയിഷ, സുബൈദ, അഷ്റഫേ, മുഹമ്മദേ, ഞാൻ എല്ലാരും ഒന്ന് വിളിച്ചോട്ടെ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ഈ സദസ്സ് ചിലപ്പോ കല്യാണം കഴിച്ചിട്ട് കുട്ടികളില്ലാതെ ഇതേ ഫീലിംഗ് ആളുണ്ടാവും. നിരാശ തോന്നിയിട്ടില്ലേ? മുജാഹിദായിട്ടും തോന്നിയിട്ടില്ലേ? ഇനി ഏറ്റവും അത്ഭുതകരമായ ഒരു വശം എന്താ? സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിന്റെ കറാമത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന രംഗം ഒന്നുകൂടെ ഓർക്കണേ. മറിയം ബീവിക്ക് ആകാശത്ത് നല്ല ഭക്ഷണം ഇറക്കി കൊടുക്കണ കറാമത്ത് കണ്ടോണ്ട് കാണുക. മറ്റേത് ഏജന്റുമാര് പ്രചരിപ്പിച്ച് കേട്ടിട്ടേ ഉള്ളൂ. കേരളത്തിൽ ഒരൗലിന്റെ കറാമത്തും പടച്ചോന്റെ തൗഫീഖുണ്ട് നമ്മളാരും കണ്ടിട്ടില്ല. ഉണ്ടോ? ഏതെങ്കിലും ഒരു സമസ്തക്കാരൻ ഒരു മൊയ്ലിയാരെ കറാമത്ത് കണ്ടിട്ടുണ്ടോ? സാധാരണയായി ഒരു കഥ പറയാറുണ്ട്. അതായത് ഒരു മൊയ്ലിയാര്, ഈ മൊയ്ലിയാര് ഒരു പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കി മൊയ്ലിയാർ ഇങ്ങനെ മൂപ്പര് പെട്ടെന്ന് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ എങ്ങനെ എങ്ങനെ ഇങ്ങനെ അപ്പൊ കണ്ടെന്ന് പെണ്ണുങ്ങൾ ചോദിച്ചു, എന്താ മൊയ്ലിയാർ എങ്ങനെ, നിങ്ങൾക്ക് എന്തായി? മൊയ്ലിയാർ പറയാണ്, കാബത്തിൽ ഒരു നായ കയറി, ഞാൻ ഇവിടുന്ന് കണ്ട അതിനെ ആട്ടിയതാണ്. അപ്പൊ പിറ്റേ ദിവസം മൊയ്ലിയാർക്ക് ചോറ് ഈ താത്താന്റെ വീട്ടിലായിരുന്നു. പിറ്റേ ദിവസം ഈ മൊയ്ലിയാർക്ക് ചോറ് താത്താന്റെ വീട്ടിലായിരുന്നു. താത്ത എന്ത് ചെയ്തെന്നറിയോ? ചിക്കനും ഇറച്ചിയും ഒക്കെ എന്ത് ചെയ്ത് പ്ലേറ്റിന്റെ അടിയിൽ വെച്ച്, കറി അവിടെ വെച്ച്, ചോറ് അതിന്റെ മുകളിലാക്കി. എന്നിട്ട് നേരെ മൊയ്ലിയാർ മുമ്പിൽ കൊണ്ടുവച്ചു. ഇത്താത്ത കയറി അടുക്കളയിൽ പോയി. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് ഇത്താത്ത വന്ന് നോക്കുമ്പോൾ മൊയ്ലിയാർ ഇങ്ങനെ കുത്തിരിക്കാണ്, ചോറും നോക്കി. അപ്പൊ ചോദിച്ചു, എന്താ ഉസ്താദെ തിന്നാത്ത്? അപ്പൊ താത്താനോട് ഉസ്താദ് പറയണേ, കറി ഇല്ലാണ്ട് എങ്ങനെയാ തിന്നുക? അപ്പൊ അല്ല കാക്ക, ഇന്നലെ കാബത്തിൽ നായി കയറി നിങ്ങൾ ഇവിടുന്ന് കണ്ട്, നിങ്ങളെ ബെർലിന്റെ വലുപ്പത്ത് തൊട്ട് താഴത്ത് ചിക്കൻ പീസ് ഉണ്ടായിട്ട് അത് കാണാത്ത നിങ്ങളാ ഇന്നലെ പോയും കാക്ക അവിടുന്ന്. ആ ബുദ്ധിയെങ്കിലും ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് ഉണ്ടാവണ്ടേ? തൗഹീദ് പഠിപ്പിക്കാൻ ആ ബുദ്ധി ഉണ്ടാവണ്ടേ? ആളുകൾക്ക് ഉണ്ടാവണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കണേ. സായിബാബ യുക്തിവാദികളുടെ ലോകത്തിട്ടിടുന്ന ഏറ്റവും വലിയൊരു ക്ലിപ്പിംഗിൽ ഒന്നാ. സായിബാബ ഇങ്ങനെ സോഫയിൽ ഇരിക്കുകയാണ്.
അപ്പൊ അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ മേലെ സ്റ്റെപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ സായിബാബ പെട്ടെന്ന് കൈ ഇങ്ങനെ ആക്കി ഒരു സ്വർണ്ണ ചെയിൻ എടുത്ത് ഇങ്ങനെ കൊടുക്കും. അത്ഭുതം. കാരണം ആകാശത്തേക്ക് കൈ ചുറ്റി സ്വർണ്ണ ചെയിൻ എടുത്ത് കൊടുക്കുകയാണല്ലോ. ഭയങ്കര അത്ഭുതം. അപ്പൊ ഈ ക്യാമറയെ പകർന്ന് സായിബാബ ഓർത്തില്ല. കുറച്ച് പിറകോട്ട് പിടിച്ചപ്പോ എന്താ വെച്ചാൽ ഒരാളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഒരാളിങ്ങനെ ഇട്ട് കൊടുക്കുക, മൂപ്പര് കേച്ച് ചെയ്യുക. അങ്ങനെയാണല്ലോ. അങ്ങനെ കേച്ച് ചെയ്യുന്നത് കിട്ടി. യുക്തിവാദികൾ വിടുവോ? നടുറോട്ട് കാച്ചി പൂശി തൂഫാനാക്കി ഒരുപാട് കാലം സായി ഭക്തര് ഒളിച്ചു കിടന്ന മാതിരി നടന്നു. ഞാൻ അതൊന്നല്ല ചിന്തിച്ച്. ഇത് കേട്ടപ്പോ ഞാൻ വേറൊരു കാര്യമാണ് ചിന്തിച്ചത്. ഈ HMT വാച്ചും ഈ പറയുന്ന മാലയും പിന്നെ ഇങ്ങനെ കാണങ്ങനെ ഇങ്ങനെ പൊക്കിയിട്ട് അപ്പൊ ഭസ്മങ്ങനെ കയ്യിൽ അതൊക്കെ ആളുകൾ ഇങ്ങനെ ഭ്രമിച്ചിരിക്കുക. ഇന്ത്യ രാജ്യത്ത് 1996 നടന്ന സംഭവം അതൊക്കെ. 1996 8 ദശലക്ഷം ആളുകൾ പട്ടിണി കിടന്നിരുന്നു. ഞാൻ ആലോചിച്ചെന്തറിയോ, സായിബാബന്റെ പുട്ടപ്പുറത്തിയിലേക്ക് നാഷണൽ പെർമിറ്റ് ലോറി റിവേഴ്സ് ഗിയറിൽ എന്നിട്ട് എന്താ സായിബാബ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നോക്കും. ഒരു ചാക്ക് പഞ്ചാര, ഒരു ചാക്ക് കുമ്പളം, ഇതിങ്ങനെ ലോറിയിൽ ഇങ്ങനെ കയറ്റി കൊടുക്കുക. വായു നിർത്തിട്ട് എന്തൊരു സുഖണ്ട്. കൃഷി ചെയ്യണ്ട, മെനക്കെടണ്ട, വേറൊന്നും വേണ്ട. കഴിഞ്ഞില്ല. കാരണം കുമ്പളം കയ്യിൽ ഒതുങ്ങോ? കുമ്പളം കയ്യിൽ ഒതുങ്ങോ? പഞ്ചാര ചാക്ക് കയ്യിൽ ഒതുങ്ങോ? ഈ 2 പവന്റെ 1 പവന്റെ അരപ്പവന്റെ പിന്നെ HMT നിർമ്മിച്ച ലോക്കൽ വാച്ചും ഇതൊക്കെയുള്ള മേജിക്കേ മൂപ്പര് പഠിച്ചുള്ളൂ. ഇത് കണ്ടിട്ട് എന്താ പടച്ചോൻ തന്നെ. അപ്പൊ ഗോപിനാഥ് മുതുകാടോ എല്ലാ പടച്ചോന്മാരെയും പടച്ചോൻ ഇങ്ങനെ നോക്കി വന്ന് ആനനെ പ്രത്യക്ഷപ്പെടുത്തി. ഇങ്ങനെ നോക്കി വന്ന് ആനനെ കാണുന്നില്ല. എല്ലാ ചങ്ങലക്കിട്ട് പൂട്ടി പെട്ടിയിലാക്കി വെള്ളത്തിലെ മൂപ്പര് അപ്പുറത്ത് ലാൽ സലാം സഖാക്കളെ എന്ന് പറയാ. എന്നാ പടച്ചോനെ, കാരണം മൂപ്പർക്ക് മതത്തിന്റെ ചോന്ന കുപ്പായവും ഇല്ല, മതത്തിന്റെ ജുബ്ബയില്ല. അതുകൊണ്ട് ആരും മൂപ്പരെ പടച്ചോനാക്കിയില്ല. ഓർക്കണേ മനുഷ്യരെ, ലോകത്തിന്റെ അധിപതിയായ നാഥനോട് സക്കരിയ നബി പറയാൻ, മറിയം ബീവിന്റെ കറാമത്ത് കണ്ടപ്പോ ശരിക്ക് സക്കരിയ നബി സമസ്തക്കാരനാണ് ചെയ്യേണ്ടത് എന്താ? മറിയം ബീവിനോട് കറാമത്ത് എന്ന് തേടുക. പക്ഷേ അന്നാലക്കി ഹാദ കാലത്ത് ഹുവ മിൻ ഇന്ദില്ല, ഇത് എവിടുന്നാ മറിയം? അവൻ മറിയം ബീവി പറയാണ്. ഞാൻ ആരാന്നാ വിചാരിച്ച്? മുനമ്പത്തുണ്ട് ഒരു ബീവി, പിന്നുണ്ട് ഉള്ളാളത്ത് വേറൊരാള്, പിന്നുണ്ട് അങ്ങ് തിരുവനന്തപുരത്ത് ഭീമാ ഉമ്മിച്ച. ഞാൻ ഓലൊക്കെ ഉമ്മിച്ച, മറിയം ഉമ്മിച്ച. നിന്റെ കറാമത്ത് തീർന്ന ചില്ലറ എന്ന് പറയല്ല. കാലത്ത് ഹുവ മിൻ ഇന്ദില്ല, ഇതൊക്കെ പടച്ചോന്റെ അടുത്തുന്ന അള്ളാഹു ഉദ്ദേശിച്ചവർ കണക്കില്ലാതെ കൊടുക്കും. എന്നിട്ടും ആ കറാമത്ത് കണ്ടിട്ടും സക്കരിയ നബി ചോദിച്ചോ? അവിടെ വെച്ച് സക്കരിയ നബി അവിടെ വെച്ച് റബ്ബിനോട് തേടി, കുട്ടികളെ തരണേ. നിരാശ ഉണ്ടോ? ഭയമുണ്ടോ? ആശയിട്ടിട്ടുണ്ടോ? മഹാനായ ഇബ്രാഹിം നബി 86-ാം വയസ്സിൽ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ പ്രാർത്ഥിച്ചില്ലേ? എവിടെയാ നിരാശ? എവിടെയാ നിരാശ? ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. ഒരു സഹാബി കല്യാണം കഴിച്ചു, വർഷങ്ങൾ നീണ്ടു, കുട്ടികളില്ല, വേദനിക്കുകയാണ്. മറ്റൊരു സഹാബിയെ ചെന്ന് കണ്ടപ്പോ ആ സഹാബി ചോദിച്ചു, അല്ല സഹോദര, സൂറത്ത് നൂഹിലെ 13 മുതൽ 15 വരെയുള്ള വാചകം കണ്ടിട്ടില്ലേ? അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ കുട്ടികളെ തരുമെന്നത് അള്ളാഹിന്റെ വാഗ്ദാനമാണ്. സഹോദരങ്ങളെ, ഈ തൃശൂർ ജില്ലയിലെ ദുബായിൽ കഴിയുന്ന ചില ആളുകൾ കുട്ടികളില്ലാത്ത ദുഃഖിച്ചപ്പോൾ ഈയുള്ളവൻ ഈ ആയത്ത് അവർക്ക് പറഞ്ഞു കൊടുത്തു. അവർ ഇസ്തിഗ്ഫാർ നടത്തി. അവർക്ക് 3 കുട്ടികളായി, 4 കുട്ടികളായി, 2 കുട്ടികളായി. ആളുകളുടെ പേര് ഞാൻ പറയുന്നില്ല. പടച്ചവനിലുള്ള നിർഭയത്വത്തിന്റെ തവക്കുലില്ലേ? അതാണ് വിശ്വാസിയുടെ തവക്കുൽ. ശക്തമായ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി എറിഞ്ഞപ്പോ സൂറത്ത് അംബിയാ പറഞ്ഞില്ലേ? ഇബ്രാഹിമിന് തണുപ്പ് നൽകി, അഗ്നി സുരക്ഷിതത്വം നൽകി. അതാ മതം. ഈ മതത്തിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകത അതാ. മദായിനിലേക്ക് മഹാനായ സ്വാമി സയ്യിദ് അനുയായികളും ചെന്നു. അടിയൊഴുക്കുള്ള പുഴ, തോണിയില്ല, പാലല്ല, നീന്തറയില്ല. സേദർദാനി ചോദിക്കാണ്, അക്കീദയാണ് പഠിച്ചോളി, തൗഹീദാണ്, തവക്കുലാണ് പഠിച്ചോളി. സേദർദാനി ചോദിച്ചു, ഈ പുഴ ആരുടേതാ? ഈ പുഴ അള്ളാഹുവിന്റെ. നമ്മളാരാ? അള്ളാഹുവിന്റെ അടിമ. നമ്മൾ എന്തിനാ പോണത്? അള്ളാന്റെ ഏകത്വം ഉദ്ഘോഷിക്കാൻ. ആ അള്ളാന്റെ തൗഹീദ് പഠിപ്പിക്കുന്ന നമുക്ക് അള്ളാഹു സൃഷ്ടിച്ച പുഴ ഒരു തടസ്സമാകുമോ? നീന്തമറിയാത്ത, തോണിയില്ലാത്ത, പാലമില്ലാത്ത, നടപ്പാതകളില്ലാത്ത അടിയൊഴുക്കുള്ള പുഴയിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
എന്ന് ഉച്ചരിച്ച് ആ സേതും കൂട്ടരും പുഴ കടന്നത് ചരിത്രത്തിൽ ഇന്നും ആശ്ചര്യമാണ്. നിങ്ങൾ മുഅ്മിനുകൾ 20 പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് 200 പേരെ അതിജയിക്കാം. 200 പേരുണ്ടെങ്കിൽ ആ 2000 അതിജയിക്കാം. അതാണ് ഇസ്ലാം. ഈ നിർഭയത്തെ മുസ്ലിങ്ങൾ നടണം. ഭയപ്പാടുണ്ടാകരുത്. ഞാൻ തൗഹീദ് പറഞ്ഞാൽ, ഞാൻ ആ കാര്യം പറഞ്ഞാൽ, പലപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ക്ഷേത്രത്തിൽ പലതവണ പ്രസംഗിക്കാൻ പടച്ചോൻ അവസരം തന്നിട്ടുള്ള ഒരാളാണ്. പല ആളുകൾക്കും അള്ളാഹ് കൊടുത്തിട്ടില്ലാത്ത എനിക്ക് തന്നപ്പോൾ എനിക്ക് ബേജാറ് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, ആ ക്ഷേത്രത്തിന്റെ അങ്കണത്തിലേക്ക് കാലുവെക്കുമ്പോ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താ പ്രാർത്ഥന? അല്ലാഹുവേ, ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ശിർക്ക് നിനക്കിഷ്ടമില്ല. ഈ ക്ഷേത്രത്തിൽ ശിർക്ക് ചെയ്യുന്ന അടിമകൾ അവർ നിന്റെ അടിമകളാണ്, നിന്റെ വായു ശ്വസിച്ചവരാണ്, നിന്റെ വെള്ളം കുടിച്ചവരാണ്, എന്റെ സഹോദരങ്ങളാണ്, ആദമിന്റെ മക്കൾ. അവർക്ക് തൗഹീദ് പറയാനാണ്. നാവിന്റെ കെട്ടിക്കുടുക്ക് തീർത്തു തരണം, വാചാലത നൽകണം, വാക്ചാതുരി നൽകണം, സ്ലിപ്പ് ഓഫ് ദ ടങ്ങിൽ നിന്ന് മോചിപ്പിക്കണം, അനാവശ്യ വാക്കുകളിൽ നിന്ന് മോചനം തരണം. കേട്ടില്ലേ പടച്ചോൻ പ്രാർത്ഥന? കേട്ടില്ലേ പടച്ചോൻ റിസൾട്ട് തന്നില്ലേ? ആരെയാ നമുക്ക് പേടി? ആരെയാ നമ്മൾ പേടിക്കേണ്ടത്? അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബ. അള്ളാന്റെ മാർഗത്തിലേക്കാ ക്ഷണിക്കണേ, ലോകനാഥന്റെ മാർഗത്തിലേക്കാ ക്ഷണിക്കണേ, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച പടച്ചോന്റെ മാർഗത്തിലേക്കാ ക്ഷണിക്കണേ. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ എന്തിനു ഭയപ്പെടണം? എന്തിനു ബേജാറാകണം? അതുകൊണ്ട് മതത്തിന്റെ നിർഭയത്വം അതാ. സ്വഹാബത്തിന് പേടിയില്ല. എവിടൊക്കെ റബീ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു കേറി ചെല്ലാണ് റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക്. റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് പരുക്കൻ പുതപ്പും ധരിച്ച് മെലിഞ്ഞുണങ്ങി രാജകൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് ഒരു കുള്ളൻ കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ച്. അപ്പൊ അവിടുത്തെ പട്ടാളക്കാരെ നോക്കുകയാണ്, പടച്ചോനെ, മെലിഞ്ഞുണങ്ങി ഒരു ചെങ്ങായി എന്ത് ധൈര്യത്തിലാ റുസ്തമിന്റെ കൊട്ടാരത്തിൽ തല ഉയർത്തി പിടിച്ച് കുതിരയുടെ കടിഞ്ഞാണും പിടിച്ച് ആ കുളമ്പടി കയറ്റി രാജകൊട്ടാരത്തിന്റെ അന്തപുരങ്ങളിൽ അങ്ങ് കയറി ചെന്നു. തടുത്തു. ഇത് രാജകൊട്ടാരാണ്. റബീ ഇബ്നു ആമിർ റളിയല്ലാഹു പറഞ്ഞു, ഇന്നങ്ങനെ കൂച്ചുവലങ്ങൊന്നുടണ്ട, എന്നെ രാജാവിന്റെ അടുത്തേക്ക് അയക്കെങ്കിലും മാത്രമേ ഞാൻ കയറുള്ളൂ, ഞാൻ തിരിച്ചു പോകും. നിങ്ങളെ ശിങ്കിടിയായി നിൽക്കാനൊന്നും എന്നെ കിട്ടില്ല ഇവിടെ. അപ്പൊ റുസ്തം പറഞ്ഞു, വിട്ടേക്കുക. നേരെ രാജകൊട്ടാരത്തിൽ രാജാവിന്റെ സന്നിധി ചെന്നു. എന്നിട്ട് പറഞ്ഞെന്താന്നറിയാം? അനീതിയുടെ ലോകത്ത് നിന്ന് നീതിയുടെ ലോകത്തേക്ക്. മക്കളെ, യുവാക്കളെ, അനുജന്മാരെ, മതെന്താ? നോക്ക് റുസ്തമിന്റെ കൊട്ടാരത്തിലെ ആ വാക്ക് എന്തേ? അനീതിയുടെ ലോകത്ത് നിന്ന് നീതിയുടെ ലോകത്തേക്ക്. അതിന്റെ ഉത്തമ ഉദാഹരണം ലോകത്തേതെങ്കിലും ഒരു രാജ്യത്തിനുണ്ടായോ? ലോകത്തേതെങ്കിലും ഒരു രാജ്യത്തിലുണ്ടായോ? അത് എന്താ പറഞ്ഞത്? അനീതിയുടെ ലോകത്ത് നിന്ന് നീതിയുടെ ലോകത്തേക്ക് മാനവതയെ കൈപിടിച്ചുയർത്താൻ കേട്ടോ, അടുത്ത വാചകം കേട്ടോ, ദുനിയാവിന്റെ സങ്കുചിതത്വങ്ങളിൽ നിന്ന് വിശാലമായ പരലോകത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ, ശിർക്കിൽ നിന്ന് ബഹുദൈവത്വത്തിൽ നിന്ന് ഏകദൈവത്വത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ. ഞാൻ ഓർക്കുകയാണ്, ആ റുസ്തമിന്റെ കൊട്ടാരത്തിൽ പറഞ്ഞ വാക്കിന്റെ പ്രകടനമാണ് കഴിഞ്ഞ ദിവസം സൗദിയിൽ നടന്നത്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി എക്സെട്ര, എത്ര രാജ്യങ്ങൾ? ആ രാജ്യങ്ങളെ നോക്കുകുത്തിയാക്കി സൗദിയുടെ ഭരണകൂടം ഒരു പ്രഖ്യാപനം നടത്തി. സൗദി രാജകുമാരന് കൊലക്കുറ്റത്തിന് ശിക്ഷ കൊടുക്കാൻ. നാണം കെട്ടില്ലേ ലോകരാജ്യങ്ങൾ? ഇസ്ലാമാണത്. ഒരു രാജകുടുംബത്തിലെ രാജപുത്രൻ തെറ്റ് ചെയ്തു, ഒരാളെ കൊന്നു അന്യായമായി, അവര് വിട്ടില്ല, രാജാവിനെ കൊല്ലണമെന്ന് പറഞ്ഞു. ആ രാജകുടുംബത്തിൽ അംഗത്തെ കൊല്ലണമെന്ന് പറഞ്ഞു. സൗദി ഭരണകൂടം വിധിച്ചു. നട്ടലുണ്ടോ ലോകത്തിന്? നമ്മുടെ രാജ്യം എന്താ? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ ഒരു നിരപരാധി സൃഷ്ടിക്കപ്പെടരുത് എന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാലിച്ച് പിച്ച് ചീന്തിയില്ലേ? എത്ര ആളുകൾ ജയിലിൽ കിടക്കുന്നുണ്ട്? ഒരു ചെയ്ത കുറ്റം എന്താന്ന് പോലും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. കാലില്ലാത്തവർ, പ്രമേയ രോഗികൾ, കണ്ണിന് അന്ധത ബാധിച്ചവർ, മുമ്പെപ്പോഴോ അവർ തെറ്റ് ചെയ്തു, നമ്മൾ എതിർത്തു, നമ്മൾ തിരുത്തി. എന്താ ഒരു ചെയ്ത തെറ്റ്? പറഞ്ഞില്ല അല്ലേ? കുറ്റവാളികൾ സർവതന്ത്ര സ്വതന്ത്രരായി ഊരിച്ചുറ്റും നമ്മുടെ നാടുകളിൽ. അവിടെയാണ് സൗദി ഭരണകൂടം. അതാ ഇസ്ലാം. കേട്ടോളൂ നിങ്ങൾ, എന്താ ഇസ്ലാമിന്റെ സുരക്ഷിതത്വം? ഒരു ഉന്നത കുലജാതയായ പെണ്ണ് മോഷ്ടിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോഷണം കൃത്യമായി പിടിച്ചു, തെളിവോടെ പിടിച്ചു.
അവർ റസൂലുള്ളാഹി ഒറ്റടിക്ക് പറഞ്ഞു ഫമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫൗലൈക ഹുമുൽ കാഫിറൂൻ ഫമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫൗലൈക ഹുമുൽ ളാലിമൂൻ ഫമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫൗലൈക ഹുമുൽ ഫാസിഖൂൻ. അല്ലാഹ് ഇറക്കിക്കൊണ്ട് വിധിക്കണം. റസൂൽ പറഞ്ഞു കട്ടോന്റെ കൈ മുറിക്കണം. ഇസ്ലാമിക ഭരണകൂടത്തിൽ CP സലീം ഖാൻ നേരത്തെ പറഞ്ഞൊരു വാചകം മറന്നോ നിങ്ങൾ? മകരേന് മുമ്പ് പറഞ്ഞ വാചകങ്ങൾ മറന്നോ? അരണബുദ്ധിയാണോ? എങ്കിലും ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താം. അതെന്താ? കട്ടോന്റെ കൈ മുറിക്കേണ്ട ആരാ? ഇവിടുത്തെ പള്ളിയിലെ പ്രസിഡന്റാ, സെക്രട്ടറിയെ ചോദിച്ചിരുന്നു CP സലീം ഖാൻ, ഓർക്കുന്നുണ്ടോ? അല്ല, ആരാ? എന്നൊരു ഭരണാധികാരി വേണം, ഒരു അമീർ വേണം, അയാൾക്ക് സ്വയം തീരുമാനിക്കാനുള്ള അവസ്ഥ ഉണ്ടാവണം, അയാൾ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് വിധിക്കണം. അങ്ങനെ വിധിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു കൈവെട്ടണം. അപ്പൊ ഉണ്ടായ സംഭവം ഒന്നുകൂടെ കേട്ടോ, ലോകത്തെന്നുള്ളതാട്ടോ, എവിടെയുള്ളതാട്ടോ ഇത്. അപ്പോ ഉന്നത കുലജാതയായ ഈ പെണ്ണിനെ എങ്ങനെ കൈവെട്ടും? സമൂഹത്തിലൊരു മോശത്തരാവൂലേ? സമൂഹത്തിനൊരു കുഴപ്പാവൂലേ? അവരുടെ ഗോത്രത്തിനൊരു ദോഷാവൂലേ? ആ ചിന്ത. അപ്പൊ എന്താ ഉണ്ടായത്? ഉസാമ. ആരാ ഉസാമ? അടിമ. ആരാ ഉസാമ? അടിമ. നബിക്ക് ഏറ്റവും ഇഷ്ടം, നബിയുടെ ഹൃദയത്തിൽ സ്ഥാനം. മനസ്സിലായോ? ആ ഉസാമ നബീനോടുള്ള ഇഷ്ടവും ഉസാമയോട് നബിക്കുള്ള ഇഷ്ടവും കാരണത്താൽ ഉസാമയെ റെക്കമെൻഡേഷനുമായി ആളുകൾ പറഞ്ഞു വിട്ടു. ഉസാമ റളിയല്ലാഹു ചെന്നിട്ട് നബീന്റെ മുമ്പിൽ ചോദിച്ചു, നബിയെ നോക്കണേ, റസൂലേ മതം എന്താന്ന് പഠിക്കുക നമ്മൾ. റസൂലേ, അവർ ഉന്നത കുലജാതയല്ലേ, മോശല്ലേ അത്, നമുക്ക് വിട്ടുകൂടെ? റസൂലുള്ളാഹിന്റെ കണ്ണുകൾ ഉറുമാമ്പയം പോലെ ചുവന്നു തുടുത്തു, മുഖത്തേക്ക് രക്തം എരച്ചു കയറി. പ്രവാചകന്റെ കോപമുയർന്നു. ഉസാമ, നീ എന്താ വിചാരിച്ചത്? നീ എന്താ വിചാരിച്ചത്? സൂറത്ത് നിസാ 135-ാമത്തെ വചനം. നീതിക്ക് വേണ്ടി നിങ്ങൾ സാക്ഷ്യം വഹിക്കണം. ഉമ്മയായാലും ഉപ്പയായാലും നാട്ടുകാരായാലും അനുയായികളായാലും ആരായാലും നീതിക്ക് വേണ്ടി നിലകൊള്ളണം. ഉസാമ, അല്ലാഹ് എന്നെ നീതി നടപ്പാക്കാനാ പറഞ്ഞേ, അതുകൊണ്ട് ഇന്നവർ. എന്നിട്ട് റസൂലുള്ളാഹി പറയാൻ, ഉസാമ അറിയണം, പൂർവകാല സമുദായം ഉസാമ നശിപ്പിക്കപ്പെട്ടത് അവരിലെ ഉന്നതന്മാർ, കേമന്മാർ, പണക്കാർ, കോടീശ്വരന്മാർ, നായകന്മാർ തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കാതിരിക്കുകയും അവരിലെ സാധാരണക്കാർ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ടൊരു ജനത നശിച്ചു പോയി. ഉസാമ, വല്ലാഹി വല്ലാഹി എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, എന്റെ പൊന്നുമോളില്ലേ? ഏത് പൊന്നുമോള്? ഫാത്തിമ. എന്താ ഫാത്തിമയായിട്ട് റസൂലുള്ളാഹിന്റെ കല്യാണം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി കവിളിൽ മുത്തിയ ഫാത്തിമ. നബിയുടെ വീട്ടിൽ ഒരു ചെറിയ തുണിയുടെ ജനലുണ്ടായിരുന്നു. ഒരു തുണിയുടെ ജനൽ ഫാത്തിമാനിടക്ക് കാണണമെന്ന് തോന്നിയാൽ നബി ആ തുണി കഷ്ണം ഇങ്ങനെ പൊക്കും. അതേ നേരെ അവിടെ തന്നെ ഫാത്തിമയുടെ വീട്ടിലുണ്ടായിരുന്നു അതുപോലെ ഒരു കർട്ടൻ. ഫാത്തിമ വിടുന്നത് ഉയർത്തുമ്പോ റസൂൽ വിടുന്നത് വല്ലാത്തൊരു സന്തോഷം, ചിരി, സലാം പറയും. മോളെ സുഖല്ലേ, ബാപ്പാ സുഖല്ലേ. സ്നേഹമായിരുന്നു, ബന്ധമായിരുന്നു, സവിശേഷമായിരുന്നു, സ്നേഹത്തിന്റെ മാസ്മരിക ലോകമായിരുന്നു. സഹോദരങ്ങളെ, ഇത് നന്യം നിന്ന് പോവുകയാണ്. മതരംഗത്ത് പോലും സ്നേഹം മന്യം നിന്ന് പോകുന്ന കാലഘട്ടമേ ഓർക്കുക. പ്രവാചക തിരുമേനി ആ ഫാത്തിമയെ പറ്റി പറയാൻ, എന്റെ ഫാത്തിമയില്ലേ അവൾ എനിക്ക് ജീവന്റെ ജീവനാ. പക്ഷേ ഫാത്തിമയാണ് കെട്ടതെങ്കിലും കൈമുറിക്കാൻ എന്റെ മുമ്പിൽ വെച്ച് എന്റെ മോളെ കൈ വെട്ടിമുറിക്കുന്നത് കണ്ടാൽ മനക്കുറ്റമുണ്ടാകില്ല എനിക്ക്. ആ മതം ഇന്ത്യ രാജ്യത്ത് ഗ്രാമങ്ങളിൽ, നഗരങ്ങളിൽ, പട്ടണങ്ങളിൽ പ്രകമ്പനം കൊള്ളിക്കാൻ കരാട്ടയും കബഡിയും വേണ്ട, ആത്മചൈതന്യം കൊണ്ട് ധന്യമായ മനസ്സ് അതുണ്ടായ മതി. നെഞ്ചുറപ്പ്, പറയുന്ന കാര്യം സത്യ എന്നുള്ള ബലം, അതിന്റെ മുമ്പിൽ ഒരുത്തനും ജയിച്ചടക്കാൻ കഴിയില്ലെന്ന വെന്നിക്കൊടി ചിന്തയുടെ വിജയത്തിന്റെ, വിപ്ലവത്തിന്റെ മഹാശക്തി സിദ്ധി മനസ്സിന് സ്വഹാബത്ത് ആവാഹിച്ചെടുത്ത 300 പേർ ആയിരങ്ങളെ അതിജയിച്ച ബദറിന്റെ ചരിത്രഗാഥ. അതാ ഇസ്ലാം. അല്ലാണ്ട് ഊച്ചാളികളായി നട്ടലില്ല ആരടാ എന്ന് പറയാനല്ലടോ മുസ്ലിം ഉമ്മത്തിനെ ഈ മണ്ണിൽ സൃഷ്ടിച്ചു. നായകത്വം വഹിക്കാൻ ലോകത്തിന്റെ സമൂഹത്തിന്റെ മനുഷ്യരുടെ വിമോചനമാണ്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. ഇരുട്ടിൽ നിന്ന് മാനവതയെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ അല്ലേ? അതുകൊണ്ട് ഇസ്ലാം ഞാൻ പറഞ്ഞല്ലോ നീതിയിൽ അധിഷ്ഠിതമാണ്. അപ്പൊ സുരക്ഷിതത്വം ഉണ്ടോ? അല്ലേ?
പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. മതം സുരക്ഷയാണ് എന്ന വിഷയത്തിന്റെ പൂർണ്ണ രൂപമാണ് പറയുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. പുസ്തകത്തിന്റെ പേരെന്താ? ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. ആ പുസ്തകത്തിൽ പറയാണ്, ഇപ്പൊ നിങ്ങൾക്കറിയാം ഇന്തോനേഷ്യ കഴിച്ചത്. ഞാൻ കഴിഞ്ഞ ഒരു 2 മാസങ്ങൾക്കപ്പുറത്ത് RSSന്റെ ബാബുമായി ഞങ്ങൾ ഒരു വേദി പങ്കിടുകയാണ്, ഒരു മാനവിക സൗഹാർദ്ദ സമ്മേളനം. അപ്പൊ അതിലെ RSSനെ പ്രതികരിച്ചുകൊണ്ട് ബാബു പറഞ്ഞു, നിങ്ങൾ നോക്ക്, ഇന്ത്യക്കാരുടെ മഹാസഹിഷ്ണുത, അതൊരു സംശയമില്ല കേട്ടോ, ഇന്ത്യക്കാർ മഹാസഹിഷ്ണുക്കളാണ്. പക്ഷേ സഹിഷ്ണുത ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായത് ഇവിടുത്തെ ഹൈന്ദവരുടെ സഹിഷ്ണുത കൊണ്ടല്ലേ എന്നായിരുന്നു ബാബുവേട്ടൻ പറഞ്ഞത്. ഞാൻ ബാബുവേട്ടനോട് പറഞ്ഞു, അതല്ല ബാബുവേട്ടൻ, ഇന്ത്യക്ക് സഹിഷ്ണുത ഉണ്ട്, ഇന്ത്യ മഹാസഹിഷ്ണുതയുടെ നാടാണ്, ഒന്നും സംശയമില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അധികരിക്കാനുള്ള കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. അതെന്താ? ഇന്ത്യ രാജ്യക്കാരുടെ സഹിഷ്ണുത കൊണ്ടല്ല ഇസ്ലാം വളർന്നത്. ഇന്ത്യ രാജ്യത്തെ ഒരു വിഭാഗം സവർണ മേധാവികൾക്ക് സഹിഷ്ണുത തീരെ അല്ലാത്തത് കൊണ്ടാണ് ഇസ്ലാം വളർന്നത്. അതെന്താ പറഞ്ഞേ? അത് ഞാൻ പറഞ്ഞുതരാം. അതായത് മനുസ്മൃതിയുടെ ഒന്നാമത്തെ അധ്യായത്തിലെ 100ാമത്തെ വാചകം എന്താ? ഭഗവാന്റെ മുഖത്ത് നിന്ന് സൃഷ്ടിക്കപ്പെട്ട ബ്രാഹ്മണൻ ശൂദ്രനേക്കാൾ ഉത്തമന്ന. അതുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞെന്താ അറിയോ? ജാതീയതയിൽ ഞെരിഞ്ഞമർന്ന ഒരു സാമൂഹിക സംഭവ ലോകമായിരുന്നു ഇന്ത്യ. ഇസ്ലാം അങ്ങോട്ട് കടന്നു വന്നപ്പോ എന്തുണ്ടായി? ജാതീയതല്ല, ഒരച്ഛന്റെ ഒരു അമ്മയുടെ മക്കളാ എല്ലാരും. ബാന്ധവ മാനവ സർവേ സ്വദേശാഭിമനത്രയം എന്ന് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചു. മനുഷ്യരൊക്കെ ഒരു അച്ഛന്റെ അമ്മയുടെ മക്കളാ. ഇന്നഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്ത വാഹിദ. 23-ാം അധ്യായം 52-ാമത്തെ വചനം, 92-ാമത്തെ വചനം, 2-ാം അധ്യായം 213-ാമത്തെ വചനം, 49-ാം അധ്യായം 13-ാമത്തെ വചനം. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അല്ലേ? അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഹൈന്ദവർ ഇസ്ലാം സ്വീകരിച്ചു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞാണ്. ഒരു പറയനോ ഒരു പൊലയനോ ക്രിസ്ത്യാനി ആയാൽ പറയൻ ക്രിസ്ത്യൻ, പൊലയൻ ക്രിസ്ത്യൻ എന്നിന്നെ പറയാ. ഞാൻ പറഞ്ഞല്ല, B.R. അംബേദ്കർ ദലിതനായിരുന്നു. അതുകൊണ്ട് ചാക്കിട്ട് നിലത്തിരുന്നാ പഠിച്ചേ. ബെഞ്ചിൽ കുട്ടികളെ കൂടെ ഇരിക്കാൻ പാടില്ലായിരുന്നു, തൊടാൻ പാടില്ലായിരുന്നു. പഠിക്കണം നിങ്ങള്. B.R. അംബേദ്കറിന്റെ വാട്ടർ ടേപ്പ് എന്ന് കുട്ടികളുടെ കൂടെ ഇങ്ങനെ കൈവച്ച് വെള്ളം കുടിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. മാറി നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുടിക്കേണ്ട ദയനീയത ഒരു ഭരണഘടനാ ശില്പിക്കുണ്ടായിരുന്നു ഈ മണ്ണില്. അറിയണങ്ങള്. അവിടെ ഇസ്ലാം സുരക്ഷയാണ്. ഇസ്ലാം പറയുന്നെന്താ? ബാല വാ, സുരേന്ദ്ര വാ, കറുത്തവനെ നോക്ക്. അള്ളാന്റെ റസൂൽ ഒരു കറുത്ത മനുഷ്യനെ കണ്ടു. അയാൾക്ക് നബി ഹസ്തദാനം ചെയ്തു. അദ്ദേഹത്തിന്റെ കൈ നിറച്ചും പരിക്കൻ, എന്തോ കുരുണ്ടായതുപോലെ. റസൂൽ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ചോദിച്ചു, എന്തത്, എന്തായി ഇത്? അപ്പൊ അദ്ദേഹം പറയുന്നു, റസൂലെ, മമ്മട്ടി പിടിച്ച തായമ്പ. കൈക്കോട്ട് എന്ന് പറയുന്ന സാധനമല്ലോ മമ്മട്ടി, അത് പിടിച്ച തായമ്പ. അപ്പൊ എന്താ ഉണ്ടായത്? ഇനി ശ്രദ്ധിച്ചോളി, അതാ മതം. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുന്ന മുദ്രാവാക്യം വെക്കാനും മുഷ്ടി ചുരുട്ടാനും എളുപ്പാ. പക്ഷെ റസൂല് തീർത്ത വിപ്ലവ ചരിത്ര ഗാഥ ലോകത്തൊരു വിപ്ലവകാരിക്കുണ്ടായിട്ടില്ല. പോളണ്ടിലെ തൊഴിലാളി വർഗത്തിന്റെ നേതാവ് പറഞ്ഞ എന്താ അറിയോ? കമ്മ്യൂണിസ്റ്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഭക്ഷണം ചോദിക്കാൻ അവകാശം ഉണ്ടായിരുന്നു, വസ്ത്രം ചോദിക്കാൻ അവകാശം ഉണ്ടായിരുന്നു, പാർപ്പിടം ചോദിക്കാൻ അവകാശം ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് അധികാരത്തിൽ കയറുമ്പോൾ മിണ്ടാൻ സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല. അത് ഞാൻ പറഞ്ഞല്ല, പോളണ്ടിലെ തൊഴിലാളി വർഗത്തിന്റെ നേതാവ് ലോകത്തിന് എഴുതി പഠിപ്പിച്ചു കൊടുത്തൊരു യാഥാർത്ഥ്യം. അവിടെ കേട്ടോ, ആ പരിക്കം കൈ ഇങ്ങനെ പിടിച്ചല്ലോ. അപ്പൊ ഇത് തയമ്പാന്ന് പറഞ്ഞപ്പോ റസൂൽ എന്തേ ചെയ്തേ അറിഞ്ഞോ? നിങ്ങള് മുത്തുനബി എന്തേ ചെയ്തേന്ന് അറിഞ്ഞോ? കരുണാവൻ നബി മണിമുക്തി രക്തമോ എന്ന് ശ്രീനാരായണ ഗുരു വെറുതെ പറഞ്ഞ ആ കൈ രണ്ടും കെട്ട് ഉയർത്തി ചുംബിച്ചു. കറുത്ത തയമ്പുള്ള ആ കയ്യിൽ, വെണ്ടുകീറിയ കയ്യിൽ പ്രവാചകന്റെ ആദരങ്ങൾ ചുംബനം പൊഴിച്ചു. എന്നിട്ട് ആ 2 കൈ എല്ലാരും നോക്കി നിൽക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, മനുഷ്യരെ, അല്ലാഹു റസൂൽ ലോകത്തെ ഏറ്റവും ആദരിക്കുന്ന കൈ. ഈ മതം സ്റ്റേജിലുള്ളോല്, ഈ മതം കൊണ്ടിട്ടുണ്ടോ സദസ്സിലുള്ളോല്, ഈ മതം കൊണ്ടിട്ടുണ്ടോ ഈ മഹാപ്രസ്ഥാനത്തിന്റെ മെമ്പർമാർ? എങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഇല്ല, കഴിയില്ല. അല്ല, ഇസ്ലാമാകുന്ന സിംഹത്തിന്റെ പൂട പഠിച്ചോ? ഉണ്ടോ? ചണ്ഡീകരണം നടത്തിയ ഉമ്മത്തിനെ ബലല്ലാത്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി പറയുന്നുണ്ട്, ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും ഒരാട്ടം ബോംബിനേക്കാൾ വലിയൊരു ശക്തി ഉണ്ട്.
ഇച്ഛാശക്തി. അല്ലാണ്ട് നാട്ടുകാർ വിളിക്കുന്നതിനൊത്ത് നമ്മൾ തുള്ളല്ല. പ്രബോധക സംഘങ്ങളുടെ ചുക്കാൻ പിടിച്ചിട്ട് പങ്കായം പിടിച്ചിട്ട് നമ്മൾ വിചാരിക്കുന്ന ദിക്കിലേക്ക് കപ്പലോട്ടിക്കാൻ കഴിയണം നമുക്ക്. അല്ലാണ്ട് നാട്ടുകാരും കുട്ടികളും വന്ന് ഇങ്ങനെ നിൽക്കും, അതിന്റെ പിന്നാലെ അങ്ങനെ പോവല്ല. നമ്മൾ നയിക്കും ഈ ജനതയെ, ഈ ഉമ്മത്തിനെ. ഇവിടുത്തെ രാജകൊട്ടാരങ്ങളിൽ നമ്മൾ മാർഗദർശനം ചെയ്യും. അത് ഇസ്ലാം. അതുകൊണ്ടാണല്ലോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയാണ്, ആശ്ചര്യത്തോടു കൂടി പറയണ ക്ലിംസത്ത് പഠിച്ചിട്ട് 1-ാം വാള്യം 195 മുതൽ 206 വരെയുള്ള പേജ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയാണ്, ഞാൻ ചരിത്രത്തെ മോക്കെഴുതിയ ലേഖനങ്ങളാണ്, കത്തുകളാണ്. അപ്പൊ അതിൽ പറയണ നെഹ്റു സൗദി അറേബ്യ ചരിത്രത്തിലൊന്നും ആയിരുന്നില്ല. സൗദി അറേബ്യ ചരിത്രത്തിലൊന്നും ആയിരുന്നില്ല. എങ്ങനെ ഇവർ ഈ അത്ഭുതം 23 കൊല്ലം കൊണ്ട്, വെറും 23 കൊല്ലം കൊണ്ട്, 4 നൂറ്റാണ്ടിനുള്ളിൽ ഏത് ജനത ഡാർക്ക് ഏജിൽ ജീവിച്ചൊരു ജനത, വൈകാനോ മുബീൻ, വ്യക്തമായ വൈകേടിലായിരുന്ന ഒരു ജനത. ആ ജനതയെ 23 കൊല്ലം കൊണ്ടാ എല്ലാ തിന്മയെന്നും മോചിപ്പിച്ചത്. 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച മഹാചക്രവർത്തിമാരാക്കിയത്. ആലോചിക്കണം, മഹാചക്രവർത്തിമാരാക്കിയത്. നിങ്ങൾക്കറിയാലോ, കേരളത്തിലെ പോലീസ് സൂപ്രണ്ടുമാരിൽ IPS പട്ടികയിൽ അറിയപ്പെട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. ആരാ? അലക്സാണ്ടർ ജേക്കബ്. പത്രത്തിൽ നല്ല വെണ്ടക്കേല് കാണുന്ന ജയിൽ സൂപ്രണ്ടായ അലക്സാണ്ടർ ജേക്കബ്. അലക്സാണ്ടർ ജേക്കബിന്റെ 8 പ്രസംഗിക്കുന്നുണ്ട്, ഒരുപാട് പ്രസംഗങ്ങൾ ഇസ്ലാമിന്റെ അജയ്യത്തെ കുറിച്ച്, ഇസ്ലാം ലോകത്ത് വരുത്തിയിട്ടുള്ള രാഷ്ട്രീയ വിപ്ലവത്തെ കുറിച്ച്, ഭൗതികമായ കാഴ്ചപ്പാടുകളെ കുറിച്ച്, ഇസ്ലാം ഉണ്ടാക്കിയ തഹ്സീൽദാർ എന്ന സംവിധാനത്തെ കുറിച്ച്, ജില്ലാ കലക്ടർ എന്ന സംവിധാനത്തെ കുറിച്ച്, ഗതാഗത സൗകര്യങ്ങളെ കുറിച്ച്, ഇറിഗേഷൻ പ്രൊജക്ടുകളെ കുറിച്ച്, ഇസ്ലാമിന്റെ കോടതി സംവിധാനത്തെ കുറിച്ച്, ഇസ്ലാമിന്റെ സിവിൽ ക്രിമിനൽ നിയമങ്ങളെ കുറിച്ച്, ഇസ്ലാമിന്റെ രക്ഷാശിക്ഷകളുടെ വാതായനങ്ങളെ കുറിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് IPS, അദ്ദേഹത്തിന്റെ പ്രസംഗം പോലും നിങ്ങൾ കേട്ടു, രോമാഞ്ചം ഉണ്ടാവും നമുക്ക്. അതിനെവിടെയിലേക്ക് കേൾക്കാൻ ഐഡിയ സ്റ്റാർ സിംഗറിന്റെ മുമ്പിൽ യൗവനം പൊളിഞ്ഞു പോയ യുവതി യുവാക്കളോട് ഞാൻ എന്ത് കണ്ടക്ഷോഭം ചെയ്തിട്ടെന്താ? വനരോധനമായി ഈ ചാവക്കാടിന്റെ മണ്ണിൽ ഈ ശബ്ദം അവസാനിക്കാതിരിക്കട്ടെ, എനിക്ക് പറയാനുള്ളത്. വനരോധനമായി തീരാതിരിക്കട്ടെ. നെഞ്ചകത്ത് ചെന്ന് അരയാലിലെ പോലെ അവരെ സ്പന്ദനം ചെയ്ത ചിന്താ വിപ്ലവം, അതാണല്ലോ ഇസ്ലാം. അതാ ഇസ്ലാം. അതുണ്ടാക്കി ഇസ്ലാം. ലോകത്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാവും. ജീവിതത അവിടെ മതം നൽകുന്ന സുരക്ഷിതത്വം എന്താ? എല്ലാരും മക്കൾക്ക് സുഖം, ഭാര്യക്ക് സുഖം, ഉമ്മ മരിച്ചു, ബാപ്പ മരിച്ചു, കച്ചവടം ഒഴിവായി, ഒന്നുമില്ല. താടി വെച്ചപ്പോ എല്ലാരും തള്ളിക്കളഞ്ഞു, മീശ വെട്ടിയപ്പോ എല്ലാരും തള്ളിക്കളഞ്ഞു, നരിയാണിന്റെ മേലേക്ക് പാൻസങ് ഉയർന്നപ്പോ എല്ലാരും തള്ളിക്കളഞ്ഞു. നിങ്ങളൊരു ഡോക്ടറല്ലേ, നിങ്ങളൊരു എഞ്ചിനീയർ അല്ലേ, നിങ്ങൾക്ക് ഇതൊക്കെ പറ്റുമോന്ന് ചിലർ ചോദിച്ചു, മതപണ്ഡിതന്മാർ പോലും ചോദിച്ചു. അവിടെ ഒന്ന് ഓർക്കണേ, എന്റെ അനുജന്മാരെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്നേഹം എന്ന് പറയുന്നത് എന്തിനറിയോ? തെറ്റുകൾ ചെയ്യുന്നവനെ തിരുത്താത്തവൻ സ്നേഹമുള്ളവനല്ല. സത്യവിശ്വാസിയും വിശ്വാസിനും പരസ്പര സുഹൃത്തുക്കളാ. തെറ്റ് കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കേണ്ടവരാ, പഠിപ്പിക്കേണ്ടപ്പോ പഠിപ്പിക്കേണ്ടവരാ, അവസരം അറിഞ്ഞ് പെരുമാറേണ്ടവരാ, മണ്ണും വിത്ത് വിറക്കേണ്ടവരാ. അതിറക്കേണ്ട സന്ദർഭത്തിൽ ഉണ്ടാക്കേണ്ടതാ. മനുഷ്യർ രക്ഷപ്പെടണം, മാനവകുലം രക്ഷപ്പെടണം. ഓക്കെ, ഞാൻ പറഞ്ഞിടത്തേക്ക് മടങ്ങിക്കോട്ടെ. ഇവിടെ സുരക്ഷിതത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ, മതം സുരക്ഷിതമാകുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ജീവിതത്തിലെ ഏത് ഘട്ടമാണ് മതം സുരക്ഷിതമാക്കാത്തത്? വലനബലുവന്നക്കും, അതേ പറഞ്ഞു വന്ന്, വലനബലുവന്നക്കും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലനബലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്ത് വബശിരിസ് സ്വാബിരീൻ ഇസ്ബിറു വസാബിറു വറാബിത്. എന്തൊക്കെ ആയത്തുകൾ? സൂറത്ത് ബഖറ 2-ാം അധ്യായം 155. ആ ആയത്തിന്റെ അർത്ഥം എന്താ അറിയോ? നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അവിടെ ഒന്നുകൂടെ ക്ലിയർ ചെയ്തോട്ടെ. യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വുൻ ലക്കും. നിന്റെ ഭാര്യ നിനക്ക് പരീക്ഷണമാണ്, ശത്രുവാണെന്നാ പറഞ്ഞേ. നിന്റെ മക്കൾ നിനക്ക് ശത്രുവാകും, ആവാം. അപ്പൊ നീ കരുതണം, വിട്ടുവീഴ്ച ചെയ്യണം, വിശാലത കാണിക്കണം, മാപ്പ് കൊടുക്കണം. 64-ാം അധ്യായം 14-15 വാചകങ്ങൾ. ഇതൊക്കെ ഉണ്ടാവും. വലനബലുവന്നക്കും, പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഭയപ്പാട്, പട്ടിണി, ദാരിദ്ര്യം, മക്കളുടെ നാശം, ഭർത്താവിന്റെ മരണം, കൃഷിയിടങ്ങളും നശിച്ചു പോകൽ,
വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിച്ചോളീൻ. കേരളത്തില്, ഇന്ത്യയില്, ഇപ്പൊ ഒമാൻ, കഴിഞ്ഞ ദിവസം പഠന റിപ്പോർട്ടാണ് പറയണത്. ഒമാനിലെ ഒരു പഠനം, ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന രാജ്യക്കാരാരാണ് ഒമാനില്? 6 ദിവസത്തിൽ ഒരാള്. ഒക്കാര ഇന്ത്യക്കാര്. അറബികള് സാധാരണ ഈ ലിട്ടൻ ചായ കണ്ടിട്ടില്ലേ മക്കളെ? അതിങ്ങനെ പൊക്കിയിട്ട് അറബികൾ എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഒരു അറബി, അന്റെ നാട്ടുകാർ ഇങ്ങനെയാണ്. എന്ത് ഒന്ന് പറഞ്ഞ അത് കിടക്കണ കുഞ്ഞിക്കണ്ണ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, 36 സിനിമയിൽ അഭിനയിച്ച സ്റ്റാർ ഒരാള്, അതായത് ഒരു സിനിമാ സംവിധായകൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കും, അന്ന് എടുക്കണോ എടുക്കണ്ടേ, അമ്പിളി വരാത്തപ്പോ ഫാനില്. അതാ 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 ജീവിതം അല്ലേ? ലോകം കണ്ട ഏറ്റവും വലിയ ആളായിരുന്നു VI ലെനിൻ. സുരക്ഷിതത്വം ഞാനൊന്ന് പറഞ്ഞോട്ടെ, അഭിമാന പുരസ്സരം തന്നെ. ലോകം കണ്ട ഏറ്റവും വലിയ ചെഗുവേര പറയുന്നുണ്ട്. ചെഗുവേര അമേരിക്കൻ ഗറില്ല പോരാളിയായ യുവാക്കളുടെ ഹരമായ ചെഗുവേര പറയുന്ന ഒരു വാചകമുണ്ട്, ഞങ്ങൾ ചെറിയ വെള്ളക്കുമിളകൾ കണ്ട് പേടിക്കുന്നവരല്ല, ആർത്തിരമ്പുന്ന സാഗരത്തിന്റെ അലയൊലികളെ ഭേദിച്ച് ആഴക്കടലിൽ പോകുന്ന ആളുകളാ ഞങ്ങള്, കമ്മ്യൂണിസ്റ്റുകാര്. എന്നിട്ട് നിങ്ങളെ നേതാവിന് എന്തേ പറ്റിയേ? VI ലെനിന്റെ ഒരു ഭാഗം തളർന്നു. ശ്രദ്ധിച്ചോളിയേ, ഒരു ഭാഗം തളർന്നു. അപ്പൊ ജോസഫ് സ്റ്റാലിന് കത്തയക്കാണ് VI ലെനിൻ. സ്റ്റാലിൻ്റെ ഒരു ഭാഗം തളർന്നു, എന്റെ കണ്ണിന്റെ കാഴ്ച പോയാൽ ഞാൻ ജീവിച്ചിരിക്കില്ല, സൈനൈഡ് കൊണ്ട് എന്റെ തൊട്ടടുത്ത് വെക്ക്. ആര്? ലോകം കണ്ട വിപ്ലവകാരി VI ലെനിൻ. ഇത് കഥയല്ല, കവിതയല്ല, ഊഹിച്ച വാക്കല്ല, കണ്ണുകൊണ്ട് അക്ഷരങ്ങളിൽ കണ്ടു ബോധ്യപ്പെട്ട് ഹൃദയതന്തുക്കളിൽ കൂറിയിട്ട ഇസ്ലാമിന്റെ അജയ്യതയുടെ മുമ്പിൽ പരാജയപ്പെട്ട വിപ്ലവകാരികളുടെ നീണ്ട പട്ടികയെ നെഞ്ചകത്ത് ആവാഹിച്ചപ്പോ കിട്ടിയ ചരിത്രഭൂതമാണിത് കേട്ടോ. ഓർക്കണേ, എന്ത് VI ലെനിൻ ജോസഫ് സ്റ്റാലിന് കത്തയക്കുക. എന്താ കത്ത്? സഹിക്കാൻ കഴിയില്ല, സൈനൈഡ് കൊണ്ടക്ക് കാഴ്ച നഷ്ടപ്പെട്ട ഞാൻ ജീവിക്കൂല. ഇസ്ലാമിലെ ഏറ്റവും പ്രഗത്ഭരായവർക്കൊന്നും കണ്ണുണ്ടായിരുന്നില്ല, ഭയങ്കര. ഇസ്ലാമിന് സൗദി അറേബ്യയിൽ കുറെ പണ്ഡിതന്മാരുണ്ട്, ഒട്ടുമിക്കാർക്കും കണ്ണില്ല. ലോകം കണ്ട ഏറ്റവും വലിയ ഇബ്നു അബ്ബാസ്, ആലു ഷെയ്ഖ്, കണ്ണില്ലടോ മനുഷ്യന്മാരെ. എത്ര ആളുകൾ ഡെഫ്, ബ്ലൈൻഡ് ആൻഡ് മ്യൂട്ട് ഉള്ള ഹെലൻ കെല്ലർ, അവർക്ക് സ്വാധീനം ഉണ്ടാക്കി മതം ഇസ്ലാം. റാബിയ, വികലാംഗയായ റാബിയ, ചോദിച്ചു നോക്കേ, എന്തേ സ്വാധീനം ഉണ്ടാക്കി? ഇസ്ലാമാ. തീർന്നില്ല കഥകളുടെ. കാർൽ മാർക്സ്, ലോകം കണ്ട മഹാവിപ്ലവകാരി അല്ലേ? ആ കാർൽ മാർക്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നു മുഷ് എന്ന ഓമന പേരിൽ വിളിക്കുന്ന കുട്ടി. രോഗബാധിതനായി കിടന്നപ്പോ ഹെങ്കൽസിന് കത്തയച്ചു. ഹെങ്കൽസ്, എന്റെ പൊന്നുമോൻ, ഞാൻ എങ്ങനെ സഹിക്കുന്നത്? എന്റെ മോനോർത്തി ഞാൻ എങ്ങനെ സഹിക്കത്? അങ്ങനെ കത്തെഴുതി. മാത്രമല്ല, മോൻ മരിച്ചു. മരിച്ച പറയണെങ്കിൽ എനിക്ക് സഹിക്കാനാവുന്നില്ലടോ, ഞാൻ എങ്ങനെ സഹിക്കും? ഇത് സഹിക്കാൻ കഴിയില്ല. എന്ത് പറഞ്ഞ് സഹിക്കും? നിരീശ്വരവാദി എന്ത് പറഞ്ഞ് സഹിക്കും? അള്ളാന്റെ വിധിന്നോ? അതിന്റെ ഏറ്റവും വലിയ തെളിവ് KN കുഞ്ഞാമ്മദ്. ഞാനിപ്പം റിങ് ചെയ്ത് നിങ്ങൾ ഫോൺ എടുത്തരാ. KN കുഞ്ഞാമ്മദ് എഴുതിയ ലേഖനം ഞാൻ ഇവിടെ പറയണില്ലേ? KN കുഞ്ഞാമ്മദ് ജീവിച്ചിരിക്കുന്നു. 3 മണിക്കൂറാണ് ഞാൻ സംസാരിച്ചത് കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ്. 3 മണിക്കൂർ. സഹോദര, അദ്ദേഹം ഇപ്പന്നോട് പറഞ്ഞ എന്താ അറിയാം? മതം ഏറ്റവും ഉത്തമമാണ്, പക്ഷെ അതിവിടെ നടക്കണില്ലല്ലോ. ഞാൻ ചോദിച്ചു, നിങ്ങളെ പോലത്തെ ഒരാൾ നന്നായാൽ അവിടെ ഇറക്കും. തീക്ഷണമായ എഴുത്തിന്റെ വൈഭവമുള്ള നിങ്ങൾ ഇസ്ലാമിനെ ശരിക്കും ജനങ്ങളെ പഠിപ്പിച്ചാൽ അതിവിടെ ഉണ്ടാവും. നിങ്ങൾ അതിനെതിരെ തിരിഞ്ഞാൽ ഉണ്ടാവില്ല. ഈ KN കുഞ്ഞാമ്മദ് എഴുതിയ ഒരു ലേഖനം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആ ലേഖനത്തിൽ എന്താ ഉള്ളത് അറിയോ? അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ടൊരു കൂട്ടുകാരനായിരുന്നു KT സൂപ്പി മാഷ്. അദ്ദേഹത്തിന്റെ മകൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. അങ്ങനെ KN കുഞ്ഞാമ്മദ് ആ വീട്ടിൽ ചെല്ലുകയാണ്. KN കുഞ്ഞാമ്മദ് പറഞ്ഞ, ഞാൻ പറഞ്ഞല്ല. ആ വീട്ടിൽ ചെന്നപ്പോ സൂപ്പിന്റെ മുഖത്ത് നോക്കും, ഇങ്ങനെ എന്താ പറയാ? സൂപ്പി മാഷെ, സാരല്ല, അള്ളാന്റെ വിധി പരലോകത്ത് വെച്ച് കാണാം. എത്ര ആൾക്ക് ഇങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയാൻ KN കുഞ്ഞാമ്മന് കഴിയോ? പടച്ചോനുണ്ടോ? പരലോകമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച്, എന്തൊരു ഗതികേടാണ് അവരുടെ, എന്തൊരു ഗതികേടാണ്. എന്നിട്ട് ഇയാള് പറയാണ്, KN കുഞ്ഞാമ്മദ് പറയാണ്, എനിക്ക് സൂപ്പി മാഷ് ആസ്വദിപ്പിക്കാൻ കഴിയാത്തോണ്ട് ഞാൻ ഇറങ്ങിപ്പോന്ന്. ഇതൊരാള് തുറന്നു പറയുമ്പോ എന്നിട്ടും അതിന്റെ പിന്നാലെ പോകാൻ തന്നെ മടയനല്ലേ? തീർന്നില്ല. KN കുഞ്ഞാമ്മദിന്റെ മകന് ഒരു ഗുരുതരമായ ആക്സിഡന്റ് പറ്റി. അടുത്ത് കേട്ടോളി. ആക്സിഡന്റ് പറ്റിയപ്പോ KN കുഞ്ഞാമ്മദ് പറയാണ്, മതവിശ്വാസികളായ ആളുകൾ വരുമ്പോ എനിക്ക് ഭയങ്കര സമാധാന.
കാരണം മതവിശ്വാസികൾ വന്നിട്ട് പറയണെന്തറിയോ, പടച്ചോന്റെ കുതിരത്തോണ്ട് ചങ്ങായി എൻ്റെ മോൻ രക്ഷപ്പെട്ടു. എന്നിട്ട് കുഞ്ഞമ്മത് പറയാണ്, അത് കേൾക്കുമ്പോൾ എനിക്കൊരാശ്വാസമാണ്. എന്നെ പോലെ ചിന്തിക്കുന്ന നിരീശ്വരവാദി ഉണ്ടക്കണ്ണൂരിട്ടി എന്തൊക്കെ വിളിച്ച് ഓനോട് പോകും. ഓനെ ഇടിക്കാനല്ലാതെ ലോകത്ത് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ 6-ാം തീയതി വണ്ടൂർ യുക്തിവാദികൾക്ക് മറുപടി അറിയാം. അവിടെ വന്നിട്ട് ഇസ്ലാമിനെ പൂരത്തെളിയും പറഞ്ഞു പോയി. ഞാൻ ചോദിച്ചു, ഏതെങ്കിലും ഒരു യുക്തിവാദി ലോകത്തിന് മാതൃകയായിട്ടുണ്ട്? ഏതെങ്കിലും ഒരു യുക്തിവാദികളുടെ ചരിത്രത്തിൽ മാനവ സമൂഹത്തിന് മാതൃകയായിട്ടുണ്ട്? ലോകം എടുത്തു പറഞ്ഞിട്ടുണ്ടോ ഒരു യുക്തിവാദിനെ ഇന്ന് വരെ മാനവ ചരിത്രത്തിൽ? ആലോചിക്കണം നിങ്ങളെ. മതം എന്താന്ന് പഠിക്കണം. മതം പടച്ചോന്റെ മതാണ്, ലോകത്തിന്റെ സിട്ടാവിന്റെ മതം. അതാ ലോകത്തിന് ഇസ്ലാം കനിഞ്ഞരുളുന്നത്, അതാ ലോകത്തിന് ഇസ്ലാം കൊടുക്കുന്നത്. അവിടെയാണ് ഞങ്ങളോട് ചില കാര്യങ്ങൾ സ്പീഡ് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കണം ഈ സമയമില്ലാത്ത സന്ദർഭങ്ങളിൽ. കേട്ടോളൂ, നമ്മളെ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ. ഒരു മതം ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യാവുന്ന എപ്പോഴാ? മതസമൂഹത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ എന്തുകൊണ്ടാ? ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് എന്റെ പ്രസംഗം ദീർഘിച്ചു പോകാതിരിക്കാൻ ഞാനത് എഴുതി നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ നമ്മൾ ഒന്ന്, അതായത് നമ്മുടെ ദൗത്യമായി മതം സുരക്ഷിതമാണ്, മതം നന്മയാണ്, മതം ലോകത്തിന് ഉപകാരദായകമാണ് എന്ന് ജനങ്ങളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് എങ്ങനെയറിയോ? ഒന്ന്, നിരക്ഷരരെ അക്ഷരം പഠിപ്പിക്കുക, അവർ ജ്ഞാനികളാവട്ടെ. ഒന്നാമത്തെ കാര്യം അതാണ്. അതായത് നിരക്ഷരരായ ആളുകളെ അക്ഷരം പഠിപ്പിക്കുക, അവർ ജ്ഞാനികളാകട്ടെ. രോഗബാധിതരെ ശുശ്രൂഷിക്കുക, അവർക്ക് ആരോഗ്യമുള്ളവരാകട്ടെ. ജീവിതത്തിൽ താളം തട്ടിയവർക്ക് ആശ്വാസം നൽകുക, അവർ സമനില വീണ്ടെടുക്കട്ടെ. ആവശ്യക്കാരെ കണ്ടറിഞ്ഞ് സഹായിക്കുക, അവർ സ്വാശ്രയരാവട്ടെ. പിന്നാക്കം പോയവരെ കൈപിടിച്ചുയർത്തുക, അവർ പുരോഗതി പ്രാപിക്കട്ടെ. തൊഴിലാളികളെ, തൊഴിൽ രഹിതർക്ക് നിങ്ങൾ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക, അവർ തൊഴിലെടുക്കട്ടെ. അധർമ്മകാരികളെ ഉത്ബോധിപ്പിക്കുക, അവർ പശ്ചാത്തപിക്കട്ടെ. വ്യതിരചിതരെ കൈക്ക് പിടിക്കുക, അവർ നേർവഴി പ്രാപിക്കട്ടെ. കപടന്മാരെ തുറന്നു കാണിക്കുക, അവർ രംഗത്ത് നിന്ന് മാറി നിൽക്കട്ടെ. അഴിമതി വീരന്മാരെ പിടിച്ചു കെട്ടുക, അവർ അഴിക്കുള്ളിലാകട്ടെ. അവകാശങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് നിങ്ങൾ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കുക, അവർ ഊർജ്ജസ്വലരാകട്ടെ എന്ന് ഈ തത്വത്തിന്റെ ഇസ്ലാം എന്ന് പറയുന്നത് എന്താ? യുതൈമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിൻ റബ്ബിനാ യൗമൻ നബൂസൻ കംതരീറാ. വല്ലാത്തൊരു കാര്യമാണത്. ഇതിലെ ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ഇസ്ലാം മാനവിക മുഖല്യാത്ത, അല്ലെങ്കിൽ മനുഷ്യന്മാരോട് ബന്ധമില്ലാത്ത എന്തോന്നാണ് ഇസ്ലാം എന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അവരോട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ, വളരെ പ്രധാനമായ ചില വാചകങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. നരകാവകാശികളാകാനുള്ള കാരണം എന്താ? നരകാവകാശികളാകാനുള്ള കാരണം എന്താ? എല്ലാരും പഠിക്കുക. പ്രത്യേകിച്ച് ഭൗതികവാദികൾ, ഇസ്ലാമിന് മാനവിക മുഖമില്ല എന്ന് പറയുന്നവരോട് പള്ളിമൂലകളിൽ ഒരുങ്ങിക്കൂടുകയാണ്. ഇസ്ലാം എന്ന് പറയുന്നവരോട് ഗൗരവമായി ഇനിയുള്ള എന്റെ 10-15 മിനിറ്റ് ഞാൻ ഉപയോഗപ്പെടുത്തിക്കൊള്ളട്ടെ. സുഹൃത്തുക്കളെ, ഖുർആനിലെ ചില വാചകങ്ങൾ. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തുൽ ഖാദിയ മാ ഗനാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ ഖുദൂഹു ഫഹുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലു എന്ന് പറയുന്ന ഭാഗം. അതായത് ചില ആളുകളുടെ കൈകളിൽ, ഇടത് കൈകളിൽ ഗ്രന്ഥം നൽകപ്പെടും. അന്നവര് പറയും, വലം അദ്രി മാ ഹിസാബിയ, ഞങ്ങൾക്കൊരു വിചാരണയില്ലായിരുന്നെങ്കിൽ, ദൈവസന്നിധിയിൽ ഞങ്ങൾ വിചാരണക്ക് വിധേയമായിട്ടില്ലായിരുന്നുവെങ്കിൽ, യാ ലൈതഹാ കാനത്തുൽ ഖാദിയ, മരണത്തോടുകൂടി എല്ലാം മണ്ണിന്റെ ഭാഗമായി അവസാനിച്ചിരുന്നുവെങ്കിൽ, മാഗ്നാ അന്നി മാലിയ, ഞങ്ങളുടെ ധനം ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ല, ഹലക അന്നി സുൽത്താനിയ, ഞങ്ങളുടെ രാജാധികാരം ഞങ്ങൾക്ക് യാതൊരു പ്രയോജനവും ചെയ്തില്ല എന്ന് പറയും. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് പറയുന്നത് എന്തേ കാരണം? ഒന്ന്, അജയ്യനായ പടച്ചവനിൽ അവർ വിശ്വസിച്ചില്ല. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തില്ല. പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാത്തതിന്റെ പേരിൽ നരകമുണ്ടെന്ന് പഠിപ്പിച്ച മതാത് തീർന്നില്ല. നിങ്ങൾ ഒന്നും മനസ്സിലാക്കണം. അത്ഭുതമല്ലേ ഈ മതം? ഒരു വ്യഭിചാരി കിണറിലിറങ്ങി വെള്ളം കുടിച്ചു, അയാൾ കേറി കിണറിന്റെ കരക്കെത്തി. അപ്പണ്ട് ഒരു നായ മണ്ണിങ്ങനെ നക്കുകയാണ്.
അപ്പൊ അയാൾ മനസ്സിലാക്കണം, പടച്ചോനെ 5 മിനിറ്റ് മുമ്പ് എത്ര ദാഹിച്ചിരുന്നു എനിക്ക്, എന്തൊരു വിഷമായിരുന്നു എനിക്ക്, എന്റെ തൊണ്ട വരണ്ടു, ഞാൻ മരിച്ചു പോകും തോന്നി. എനിക്ക് ഈ കിണറിന് വെള്ളം കിട്ടി, ആശ്വാസായി. പടച്ചോനെ ഈ നായ വെള്ളം വേണമെന്ന് പറയാൻ പറ്റൂലല്ലോ. ഒരു വ്യഭിചാരിയാ ചിന്തിക്കണേ. ഓർത്തോളൂ, പലരും ഓർത്തോളൂ. എന്തേ ആളുകൾ എങ്ങനെ സ്കെയില് വെച്ചളന്ന് ചിട്ടപ്പെടുത്തി മനുഷ്യരെ ഒരു ഊരാക്കുടുക്കിൽ കൊടുക്കുന്നവർ, ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, മനസ്സ് തട്ടി പറയുന്നു, വ്യഭിചരിച്ചൊരു മനുഷ്യൻ അയാൾ എന്തേ ചിന്തിച്ചത്? പടച്ചോനെ നായിക്ക് വർത്താനം പറയാൻ കഴിയില്ല, അതിന് ദാഹിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ വീണ്ടും കിണറിലിറങ്ങി ഷൂല് വെള്ളെടുത്ത് അത് കടിച്ചു പിടിച്ച് കേറി നായ്ക്ക് വെള്ളം കൊടുത്തു. പടച്ചോനങ്ങട്ട് ഇഷ്ടപ്പെട്ടു അയാളെ. ഒരു വ്യഭിചാരിയാണ് മനുഷ്യരെ, അല്ലാഹ് അയാളങ്ങട്ട് ഇഷ്ടപ്പെട്ടു. എന്തിന്? ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചപ്പോ ആകാശത്തുള്ളവന്റെ കരുണ, സ്വർഗം. ഒരു ധനാഢ്യൻ ഉണ്ടായിരുന്നു, അയാൾ പ്രത്യേകിച്ച് ഒരു നന്മയും ചെയ്തിട്ടില്ല, തിന്മയേറെ ചെയ്ത മനുഷ്യനാ. പക്ഷെ അയാൾക്കൊരു ഗുണം ഉണ്ടായിരുന്നു, കടം കൊടുക്കുക മാത്രമല്ല, തിരിച്ചു തരാൻ പറ്റാത്തവർക്ക് അയാൾ പറയും, അയാളുടെ കയ്യിൽ ജോലി ചെയ്യുന്നവരോട്, അതെ ഇത് ഈ പേര് ഇത് വേണ്ട, ഇത് വേണ്ട, ഇവരോട് വേണ്ട, എനിക്ക് വേണ്ട. അല്ലാഹ് പറയാണ്, നീ അങ്ങനെ വലിയൊരു വിട്ടുവീഴ്ചക്കാരൻ, ഞാൻ നിന്നേക്കാൾ വലിയ വിട്ടുവീഴ്ചക്കാരനാ. എന്റെ കാരുണ്യം എന്റെ കോപത്തെ അതിജയിക്കും. നടക്ക് സ്വർഗത്തിലേക്ക്. ആരോട്? പ്രത്യേകിച്ച് പുണ്യൊന്നും ചെയ്യാത്തൊരു പണക്കാരൻ. ആ മനസ്സിന്റെ വിശാലത ഉണ്ട്. ഖത്ലുൻ നഫ്സ്, അന്യായമായ കൊലപാതകം, മഹാപാതക. ഇസ്ലാമില് 5-ാം അധ്യായം 32-ാമത്തെ വചനം. 100 പേരെ കൊന്നൊരു മനുഷ്യൻ, ഒരു നന്മ അയാൾ ചെയ്തിട്ടില്ല, പക്ഷെ നന്മ ചെയ്യാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. നല്ല നാട്ടിലേക്ക് നടന്നു, ഇടയ്ക്കു മരിച്ചു. സ്വർഗ്ഗം അല്ലാഹ് കൊടുത്ത്. ഒരു പുണ്യം അയാൾ ചെയ്തിട്ടില്ല. പുണ്യം ചെയ്യുന്ന ഉറച്ചൊരു മനസ്സുണ്ടായപ്പോ തന്നെ അല്ലാഹ് അയാൾ ഇഷ്ടപ്പെട്ടു. ആരുടെ ഏത് ഗുണ അല്ലാഹ്ക്ക് ഇഷ്ടപ്പെടുക? ഒരാള് പറഞ്ഞു ഹദീസിലുള്ള, എനക്ക് അല്ലാഹ് പുറത്തുതരൂല എന്ന് പറയും. നീ ആരടാ? കടക്കടാ നരകത്തിലേക്ക്, ഓൻ കിടക്കട്ടെ സ്വർഗത്തിലേക്ക്. അതാണ് ഇസ്ലാം. അതാ മനസ്സിൽ കൊണ്ടിടക്കണ്ട്. മക്ക കാലഘട്ടം 950 വർഷം നൂഹ് നബിയുടെ ദേവത്ത്. ആ കാലയളവ് കിടപ്പറയിലെ കിടക്കണ ഭാര്യ തനിക്കെതിരെ. ഭാര്യ പറയാ, നാട്ടുകാരോടിറങ്ങി, എന്റെ ഭർത്താവ് ഭ്രാന്തനാ. ആ പെണ്ണുമായി ശയിച്ചിട്ടാടോ ഒരു കുട്ടി ഉണ്ടായത് നൂഹ് നബിക്ക്. ആ മോൻ കാഫിർ ചെക്കൻ, തലതെറിച്ച ചെക്കൻ. ആ ചെക്കനെയും കെട്ടിയോളെയും പൊറപ്പിച്ചില്ലേ നൂഹ് നബി? 9.5 നൂറ്റാണ്ട് ആ ജനതയെ പൊറപ്പിച്ചില്ലേ? ക്ഷമയായിരുന്നു. 46-ാം അധ്യായം. ക്ഷമിക്ക്, നല്ലൊരു നാളെ വരും, ഇവരൊക്കെ മാറും, ഇവരൊക്കെ നന്നാവും, ഇവരൊക്കെ ഖുർആൻ ഉൾക്കൊള്ളും. ഇൻഷാ അല്ലാഹ്. ഇസ്ബിറു, ക്ഷമിക്ക്, വസബിറു, ക്ഷമയിൽ മുൻകടക്ക്, വറബിതു, മുൻകരുതലെടുക്ക്, നന്നാവും, പ്രതീക്ഷിക്ക്. സൂറത്ത് ആൽ ഇംറാൻ 200-ാമത്തെ വചനം. തീർന്നില്ല. ഓർക്കാൻ ഏറെ മതത്തിന്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് ഞാൻ ചിലത് പറഞ്ഞോട്ടെ, വളരെ ഗൗരവമായ ചിലത് പറഞ്ഞോട്ടെ. സുഹൃത്തുക്കളെ, നമ്മുടെ അയൽവാസി നിർഭയനാകണം നമ്മളെ കുറിച്ച്. അള്ളാന്റെ റസൂലാ പറഞ്ഞു, അതായത് താടി നീട്ടിയ നെരിയാടിയുടെ മേലെ തുണി ഉടുത്ത നിന്നെ കുറിച്ച് നിന്റെ അയൽവാസി ബാലൻ നിർഭയനാകണം. അപ്പോഴേ നീ മുഅ്മിനാവും. നിന്റെ ബാലേട്ടൻ ഒരിക്കലും പട്ടിണി കിടക്കരുത്, ഭക്ഷണം കൊടുക്കണം. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് അങ്ങനെ ആ മനുഷ്യനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അയൽവാസി ജൂതനായിരുന്നു. ഇസ്ലാമിനോട് ഏറ്റവും വലിയ ശത്രുതയുള്ളവർ ജൂതന്മാരാ. ആ ജൂതനായ മനുഷ്യന് ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും 2 ജോഡി ഡ്രസ് എടുത്തു കൊടുത്തിരുന്നു. അദ്ദേഹം ബന്ധമായിരുന്നു മനുഷ്യരായിട്ട്, മനുഷ്യർക്കിടയിൽ ജീവിച്ചു. ഇനി നോക്ക്, പരലോകത്തൊരു വിചാരണ. എന്താ വിചാരണ? ഞാൻ രോഗിയായി, അല്ലാഹ് പറയാൻ, ഞാൻ രോഗിയായി, നീ എന്നെ സന്ദർശിച്ചില്ല. അപ്പൊ അടിമ ചോദിക്കും, അല്ലാഹുവേ, സർവശക്തനായ നിനക്ക് രോഗോ? അതെ, ഇന്ന അയൽപ്പക്കത്ത് ഇന്ന ആള് രോഗിയായി കിടന്നില്ലേ, പോയോ, സന്ദർശിച്ചോ? എങ്കിൽ നിനക്കെന്നെ ആ രോഗിയുടെ സമീപത്ത് കാണാമായിരുന്നു. മതം തീർന്നില്ല. രണ്ടാമത്തേത്, എനിക്ക് ദാഹിച്ചു, നീ എനിക്ക് വെള്ളം തന്നില്ല. അല്ലേ? തമിഴ്നാട്ടിലെ സാധുവായ, എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ വീട്ടിൽ 20 കൊല്ലായി ഒരു തമിഴ്നാട്ടുകാരൻ വരും. എന്തൊരു സ്നേഹമാണ്. ഞാൻ അദ്ദേഹത്തോട് തമിഴില് സംസാരിക്കും. അദ്ദേഹം ആദ്യമായി വന്നത്, അമ്മാ തണ്ണി കൊടുക്കുങ്ങേ, അമ്മാ പസിക്കുത് ഏതാവത് കൊടുക്കുങ്ങേ.
മനസ്സിലായോ? ആ ഭാഷക്ക് പോലും ഇല്ലേ മഹത്വം? ആ ഭാഷയിൽ പോലും അമ്മാ തായി, ആ ഭാഷക്ക് എന്തൊരു സ്നേഹം. അണ്ണാ വാങ്കമ്മ, ഉക്കാറുങ്കമ്മ. ആദമിന്റെ മക്കളാ, ആദമിന്റെ മക്കളാ. നിങ്ങൾ നിങ്ങളെ താഴ്ന്നവരിലേക്ക് നോക്കണം. അല്ലാഹ് പറയാണ്, എനിക്ക് ദാഹിച്ചു. അല്ലാഹുവേ നിനക്ക് ദാഹമോ? അതെ. ഇന്നാലിന്ന് നാട്ടുകാരൻ വന്നു, റസൂലുള്ള പറയാണ്, കുതിരപ്പുറത്ത് രാജാവിന്റെ വേഷത്തിൽ യാചിക്കാൻ വന്നാൽ പോലും കൊടുത്തോളണം. ചോദിച്ചു വരുന്നവർക്ക് കൊടുത്തോളണം. വല്ലാത്തൊരു സംഭവമല്ല അത്. ചോദിച്ചു വരുന്നവർക്ക് കൊടുത്തോളണം. ചില്ലറയാ മതോ? മൂന്നാമത്തെ എന്താ? എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷണം തന്നില്ല. അല്ലാഹുവേ നിനക്ക് വിശപ്പോ? അല്ലാഹുവേ അതെ, ഇന്നാളിന്നാള് വിശന്നു, ഭക്ഷണം കൊടുത്തില്ല. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കൂ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കൂ, സലാമിനെ വ്യാപിപ്പിക്കൂ, സമാധാന ചിത്തമായി സ്വർഗത്തിൽ പോകൂ. ഹബീബുനാ റസൂലുള്ളാഹ്. ചിന്തിക്കണം, ചിന്തിക്കണം. അയൽവാസി കഷ്ടപ്പെടുമ്പോ കയറി ചെന്ന് അത് വെട്ടാൻ ഞാനുണ്ട്. നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താ? പണ്ട് കാലത്ത് ഞാൻ ഇപ്പൊ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിൽ, പണ്ട് എന്റെ നാടുകളിലും ഞാൻ താമസിച്ചതൊക്കെ മുസ്ലിങ്ങളാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവര് നമ്മളെ ഏൽപ്പിക്കും. കാലം മാറി. പണ്ട് മാധവേട്ടൻ ചോദിക്കും, ബഷീറേ ജി എവിടെ അല്ലേ? ഉണ്ട്. അതെ, സുമതി ഇവിടെ ഉണ്ട്, ഇജ് നോക്കണം, വിവാഹപ്രായത്തിന്റെ മോളാ. അതിനെന്താ, ഞാൻ ഇവിടെ ഇല്ലേ? നല്ല വിശ്വാസമായിരുന്നു, ഒന്നും സംഭവിക്കില്ല, അറിയാം. ഇപ്പൊ മാധവേട്ടൻ എങ്ങനെ പറയും, ബഷീറേ ജി എവിടെ ഉണ്ടോ? ഉണ്ട്. എന്നാൽ ഞാൻ സുമതിനെ ഞാൻ കൂട്ടുന്നുണ്ട് കേട്ടോ, അവളെ കൊണ്ടുപോവുകയാണ്. അല്ലേ അല്ലേ അല്ലേ? ഇതാ ഈ മാറാട് 80 ലക്ഷത്തിന്റെ വീട് 8 ലക്ഷത്തിന് വിറ്റ് പോയില്ലേ അങ്ങ് കൊല്ലത്തേക്ക്. പേടിച്ചിട്ട് മുസ്ലിം അമുസ്ലിമിനെയും അമുസ്ലിം മുസ്ലിമിനെയും പേടിച്ചിട്ട്. ഇതാണോ മതം? ഇതാണോ മതം? ജൂതന്റെ വീട് വെക്കുക. അബ്ദുല്ലാഹിബ്നു മുബാറക്കിന്റെ അയൽവാസി ഇരട്ടിയ വീടിന് വില. നാട്ടുകാർ എന്താ ചങ്ങ ഇത്? 2 സെന്റ് ഭൂമിയിൽ ഒരു ചെറിയ കുടിലിന് ഇതെന്ത് വിലയാ ഇത്? വില വീടിന്റെ വിലടോ. അബ്ദുല്ലാഹിബ്നു മുബാറക്ക് എന്ന അമൂല്യമായ മുസ്ലിമിന്റെതാ. സത്യവിശ്വാസി ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലിരിക്കും. എനിക്ക് ആ രംഗം ഓർമ്മ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ. അപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കുത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കണേ ആ ഒരു രംഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കൈ കുത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. ആയിഷ ബീവി വരേണ്ട ഒറ്റ തട്ട കൈ. അള്ളാന്റെ റസൂലിന്റെ റസൂല് താഴെ വീണു. അവിടൊക്കെ സ്ത്രീകൾ. നബി ഒരു ആയിഷാന്റെ കാര്യം കുട്ടിത്തം വിടില്ലല്ലോ ആയിഷ. എനിക്ക് നോക്കണേ, ഹബീബാണ്, ലോകരാജ്യങ്ങളുടെ ഭരണാധികാരിയാണ്, കച്ചവടത്തിന്റെ നേരും നെറിയും പഠിപ്പിച്ച മഹാനാണ്, വിപ്ലവകാരിയാണ്. ധീരമായി എന്ന് പ്രഖ്യാപിച്ച ധീരനായ ആൺകുട്ടിയാണ്. ഭാര്യയുടെ മുമ്പിൽ ഒരു പൂച്ചക്കുട്ടിയെ പോലെ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഭാര്യന്റെ അടുത്ത് നിന്ന് ഒരു പാത്രത്തിൽ ഭക്ഷണമായിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പൊ ശുണ്ടി മൂത്തിട്ട് കൂശുമ്പികളാ പെണ്ണുങ്ങൾ. പൊറുപ്പിക്കാൻ ചില്ലറ പണിയൊന്നുമില്ല, വെറുതെ ഒന്നുമല്ല. അല്ല ആണിന്റെ മുമ്പിൽ എങ്ങാണ്ട് സുജൂദ് ചെയ്യാൻ അല്ല അനുഭവിച്ചാൽ അത് കെട്ടിയോന്റെ മുമ്പിൽ കെട്ടിയോളെ നെറ്റിയിട്ട് ഒരക്കുന്നു. റസൂല് വെറുതെ പറഞ്ഞൊന്നുമില്ല. ഇത് സഹിക്കാൻ ചില്ലറപ്പെട്ട പാടൊന്നുമല്ല. സുഹൃത്തുക്കളെ, ആയിഷ ബീവിന്റെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് റസൂൽ വരികയാണ്. സാധു സലാം പറഞ്ഞായിട്ട് കയറിയപ്പോ ഒറ്റ തട്ട് ആ പാത്രത്തിൽ വേറൊരു കെട്ടിയോളെ വീട്ടിൽ നിന്ന് കുറച്ച് പലഹാരം കൊണ്ടുവരികയാണ്. ഒറ്റ തട്ട് അത് താഴെ വീണു. നമ്മളാണെങ്കിലോ ചാടി ഇങ്ങനെ ചേപ്പക്കുറ്റിക്ക് ഒന്നാട് പൊട്ടിച്ചിട്ട് ഇപ്പുറത്തെ ചെവിന്ന് അപ്പുറത്തെ പൊന്നീച്ച പറഞ്ഞിട്ട് ദക്ഷിണാഫ്രിക്കയും കടന്ന് അങ്ങ് പോകും അല്ലേ? ഇന്ന് അങ്ങനെ നീ നമ്മൾ പറയാണ്, അടിച്ചിട്ടൊരു ത്രില്ല് പോരാ, കൈക്കൊരു വേദന കുറവ്, ശരിക്കും കൊടുത്തില്ല. ആളുകൾ പറയുന്നു ശരിക്കും പൊട്ടിച്ചില്ല. അപ്പൊ മറ്റടുത്ത് വന്ന് നോക്കുമ്പോൾ ചെവിന്ന് എലീനെ തച്ചമാതിരി ചോര ഇങ്ങനെ വരുന്നു. ഭാര്യന്റെ എവിടെ കിടപ്പറയില് ഭാര്യന്റെ ചെവിക്കുറ്റിക്ക് ചുംബിച്ചോന് ആലോചിക്കണം. ആ ചുംബിച്ച് വികാരമുണർത്തിയ കവിൾത്തടത്തിൽ അടിച്ചിരിക്കുന്നു. ഒന്നാമത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം മേഘ്ന ഖാർട്ട. അല്ലാഹുവിന്റെ റസൂൽ, ഇന്ന ദിമാഅകും വഅംവാലകും വഅറാദകും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ. അത് പഠിപ്പിച്ച റസൂലുള്ളാഹ്. നിങ്ങൾക്ക് അല്ലാഹ് വിധേയപ്പെടുത്തി തന്നവരാ നിങ്ങളുടെ ഭാര്യമാർ. നിങ്ങൾക്ക് പെരുമാറല്ല കഴുതകളല്ല അവര്.
സ്വതന്ത്രമായ അസ്തിത്വമുള്ളവരാ അവര് തല്ലേ, അവര് ചീത്ത പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞേടാ, കരഞ്ഞാടോ അവരോട്, പോ വീട്ടിലേക്ക് എന്ന് റസൂലുള്ള. ഇനി അടുത്ത രംഗം കേട്ടോ, റസൂലുള്ളാന്റെ കയ്യിൽ നിന്ന് പാത്രൊറ്റ തട്ട്. റസൂലുള്ള അവിടുന്ന് എഴുന്നേറ്റു, മെല്ലെ അടുക്കളയിൽ ചെന്നു. അടുക്കള എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ എക്സിക്യൂട്ടീവ് അടുക്കളൊന്നും കരുതണ്ട. ആ ചെറ്റക്കുടിൽ ഇങ്ങനെ ചാരി വെച്ചതിന്റെ അമ്മൂല, അതിന്റെ അപ്പുറത്ത് തന്നെ നബി കിടക്കണത്. അവിടെ ചെന്നിട്ടൊരു പാത്രം എടുത്തുണ്ട്. ആയിഷ ബീവി നോക്കിയിരിക്കെ മരുഭൂമിയിൽ കാലുമുട്ട അവിടെ കുത്തിവെച്ചു. എന്നിട്ട് ആ ഭക്ഷണമൊക്കെ പൊടിയൊക്കെ തട്ടി അയാൾക്ക് ഇങ്ങനെ അടുക്കളയിൽ കൊണ്ടുവച്ചു. മൗനം ട്രീറ്റ്മെന്റ് ആക്കി. മൗനം മിണ്ടിയില്ല, പരമസുഹൃത്തിനോട് മിണ്ടിയില്ല ഒരു ദിവസം. എന്താ മിണ്ടാത്ത? സ്നേഹിച്ചിട്ടാ ആയിഷ ബീവിനോട് മിണ്ടിയില്ല റസൂൽ. ഇഷ്ടം കൊണ്ടാ ആയിഷ ബീവിനെ തിരുത്തണം, തല്ലിയിട്ട് കാര്യമില്ല. അപ്പോ ആയിഷ ബീവിന്റെ മനസ്സങ്ങട്ട് പൊട്ടി. ആരോടാ? അള്ളാന്റെ റസൂലിനോടാ. ഓടി, മനസ്സങ്ങട്ട് മാറി. ഓടിയിട്ട് റസൂലുള്ളാഹി ഇരിക്കുന്നിടത്ത് നിലത്തൊരൊറ്റ ഇരുത്ത, രണ്ട് കാൽമുട്ടിലും കൈ ഇങ്ങനെ വെച്ചു. അപ്പൊ നബിയുടെ താഴെ, നബിക്ക് ഇങ്ങനെ കൈവക്ക ആയിഷാന്റെ മുടിയില് തായിരുന്നു. മാപ്പാക്കി കളയിട്ടോ, ഞാനല്ലേ, പെണ്ണുങ്ങളല്ലേ, സാരില്ലേ, പുറത്തെളിയർ, മാപ്പാക്കണം. അപ്പൊ റസൂലുള്ളാഹി ആയിഷ ബീവിയുടെ തലമുടിയിലൂടെ ഇങ്ങനെ കൈ വായിച്ചിട്ട് ചോദിച്ചു, ആയിഷ, ഞാനല്ലാതെ ആരാണ് ആയിഷ നിനക്ക് പുറത്തു തരാൻ? സാരല്ലേ ആയിഷ, ഉടഞ്ഞ പാത്രം അത് മറ്റുള്ളതാ, ഓള് ക്ഷമിക്കുവോ? അതാ ദാമ്പത്യം. ഭാര്യ ഭർത്താവിന് വസ്ത്രമാണ്, ഭർത്താവ് ഭാര്യക്ക് വസ്ത്രമാണ്. എങ്ങനെ തിരിഞ്ഞു കിടക്കാൻ കഴിയും? കിടപ്പറയിൽ എങ്ങനെ തിരിഞ്ഞു കിടക്കാൻ കഴിയും? ഇതാണോ മതം? ഇതല്ല മതം, ഇതല്ല മതം, ഇതല്ല മതം, ഇതല്ല മതം, ഇതല്ല മതം, ഇതല്ല മതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കും, ജനങ്ങളെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടും. മാർക്കറ്റിൽ ചെന്ന് റസൂലുള്ളാഹി ഈത്തപ്പഴം ഇങ്ങനെ വാരിയൊക്കെ വേണ്ടി വെള്ളം ഇങ്ങനെ കൊടുകൂടാ, മുഖത്തേക്ക് നോക്കിയുണ്ടേ. എന്താ അത്? വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ ഖാലു അലൻ നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ അലാ യظن ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അളീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. ഒരു അധ്യായം 83-ാം അധ്യായം 1 മുതൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ദുഷ്ട, നാളെ റബ്ബിന്റെ കോടതിയിൽ മനുഷ്യന്മാർ നിൽക്കുന്നിടത്ത് വരും, പോവിടുന്നേ എന്ന് റസൂലുള്ളാഹി. അതാണ് ദീൻ, അതാണ് സുരക്ഷിതത്വം ഒരു മുസ്ലിമിൻ. എന്തിന്? മാലിക് ബിൻ ദീനാറും കൂട്ടരും മംഗലാപുരത്ത് ആ ഫസ്റ്റിൽ വന്ന്, കൊടുങ്ങല്ലൂരല്ല, മംഗലാപുരത്ത് ഇറങ്ങി ഒറ്റ വരവാ കൊടുങ്ങല്ലൂരെ, തമ്പ് കൊടുങ്ങല്ലൂർ. മംഗലാപുരത്ത് എത്തിയപ്പോ അവിടുത്തെ രാജാവ്, നാട്ടുരാജാവ്, ഈ സാധുക്കളായ മുസ്ലിങ്ങളെ കണ്ടപ്പോ എന്തൊരു മുഖഭാവം, എന്തൊരു അല്ലെ ഖുർആൻ പറഞ്ഞ അങ്ങനെ അവരുടെ സുജൂദിന്റെ അടയാളം മുഖത്ത് പ്രകടമായി. നമ്മുടെ നാട്ടിലോ തിരൂരും പൊന്നാനിയിലോ കാട്രായി അടിച്ചിട്ട് എങ്ങനെ നേരെ ചൊവ്വേ നാവ് കൊണ്ട് 4 അക്ഷരം മലയാളത്തിൽ കടിച്ചാ പൊട്ടാത്തത് ഉച്ചരിക്കാൻ യോഗ്യതല്ലാത്ത പൊന്നാനിയിലെ മാപ്പിളച്ചക്ക, അന്റെ ദയനീയത അവിടെയാ. ആ രാജാവ് ഒരു മുഖത്ത് നോക്കി, എന്തൊരു സൂര്യ തേജസ് മാലിക് ബിൻ ദീനാറിനും കൂട്ടരനും. അപ്പൊ ഇളനീരിങ്ങനെ മുഖടിച്ചെത്തിയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്ത്, ഇവര് വിചാരിച്ചത് ഇങ്ങോട്ട് വാങ്ങി മോന്തിയോടുന്ന കൈ 2 ഇങ്ങോട്ട് വലിച്ചു. ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഉമ്മത്ത മുഹമ്മദ്. ഈ ഇളനീര് ആരതാ? ഈ ഇളനീരിലെ വെള്ളം അയാളുടെ സമ്മത്തോടെയാ ചോദിച്ചു വരാൻ പറഞ്ഞു. ഞങ്ങൾ കുടിക്കില്ലയാ, ഞങ്ങളുടെ സഅദ് ഇബ്നു അബീ വഖാസിന്റെ മുത്ത് ഹബീബായ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഭക്ഷണം വിളമ്പിയപ്പോ സഹാബത്തൊക്കെ കയ്യാട് കൊണ്ടുപോയപ്പോ റസൂലുള്ളാഹി വലിച്ചു. ഒറ്റ ചോദ്യം, പെണ്ണേ ഇത് എവിടുന്നാ ഈ ഫുഡ്? നമ്മളോ കോഴിക്കാൽ ഇവിടുന്ന് വലിക്കുന്നു, ചിക്കൻ ഇവിടുന്ന് വലിക്കുന്നു, നബിദിനത്തിന് മൂക്ക് കൂടെ ആട്ടിറച്ചി ചാടുന്നു. ഹലാലാണോ ഹറാമാണോ? എന്ത് ഹലാല് പള്ളറിയണം എന്നാക്കണം. വേറെന്താ ഉള്ളത്? അല്ലേ ആരാന്റെ എച്ചില് നിന്ന് ശീലിച്ചോലല്ലേ മനുഷ്യര്. അല്ലാൻ എന്നിട്ട് മാലിക് ബിൻ ദീനാറും കൂട്ടരും അവര് സ്രോതസ്സൊക്കെ പഠിപ്പിച്ചു കൊടുത്തപ്പോ അവര് ഭക്ഷണവും കഴിച്ചു. അപ്പൊ അവര് തെങ്ങോലേന്ന് ഈർക്കല, ഞാനത് വായിച്ചപ്പോ എനിക്ക് രോമാഞ്ചം ഉണ്ടായി. തെങ്ങോലേന്ന് ഈർക്കലെടുത്തിട്ട് പല്ല് കുത്തായി. ഈർക്കലോല് വാങ്ങിയില്ല, കയ്യും കെട്ടിച്ച്. ഈ ഈർക്കൽ ആരതാ? നിങ്ങളതാണോ അവനാന്റെ ആണോ ആരാന്റെ തെങ്ങോലേന്നുള്ളതാണോ? അത് അറിഞ്ഞിട്ടേ ആ ഈർക്കൽ വായിലേക്ക് കൊണ്ടുപോകുള്ളൂ. അങ്ങനെ ഒരു ഉമ്മത്താണ് ഇവിടുത്തെ മുസ്ലിങ്ങളെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കളുടെ ഒരു വിശ്വാസത്തിന്റെ തകർച്ച കൊണ്ടെങ്കിൽ ഒരു നമ്മളെ കൈകൂപ്പി കുലടോ അല്ലേ? മറ്റേതോ 2 കവിളു ടട്ടട്ടട്ടായെന്ന് പറഞ്ഞാൽ അടിയിട്ടല്ലേ പലയിടത്തുനിന്ന് തോന്നിയാസം ചെയ്തിട്ട് അല്ലേ? കാസർഗോഡ് ജില്ലയിൽ പാസ്പോർട്ട് 2 എണ്ണം, നാളെ അറസ്റ്റ് ചെയ്യും അല്ലേ? നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ 250 കിലോ സ്വർണം കടത്തി അബ്ദുൽ ഹമീദ് അറസ്റ്റ്. സുരേന്ദ്രൻ ഭാസ്കരൻ എവിടെ ഉമ്മത്ത്? ഈ ഖൈർ ഉമ്മത്ത് എവിടെ? നിർഭയത്വം അവിടെയാണ്. ഞാനേ
എനിക്ക് തന്ന സമയം അതിക്രമിച്ചു പോണ്. പക്ഷെ ഒരു കാര്യം ഇവിടെ പറഞ്ഞ് പൂർത്തിയാക്കി ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് മുസ്ലിം സമുദായത്തോടാണ് ഞാൻ പറയുന്നത്, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചില കാര്യങ്ങൾ ഇനി ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തുകയാണ്. നോക്കേ ഇന്നമൽ അല്ലാഹു പറയാൻ സത്യവിശ്വാസിയുടെ മേൽ ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. ഏറ്റവും രസകരമായ അത് പറയുമ്പോ പറയണം, ഓർമ്മ വരികയാണ് കേട്ടോ, ക്ഷമിക്കണം സമയത്ത്. ഈ ഗോപാലാചാര്യ ഇന്ത്യയിൽ കണ്ട ഏറ്റവും വലിയ നേതൃത്വത്തിലിരുന്ന അദ്ദേഹത്തിന് ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു, പ്രൈവറ്റ് സെക്രട്ടറി, ഒരു മുസ്ലിം. അപ്പൊ അദ്ദേഹം പബ്ലിക്കിൽ ഒരിക്കൽ പ്രസംഗിച്ചു, ഇസ്ലാമാണ് ഏറ്റവും ബെറ്റർ മതം. ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പ്രസംഗിച്ചു. കാരണം അദ്ദേഹം ആരെ കണ്ടിട്ടാ നന്നായത്? ഈ പ്രൈവറ്റ് സെക്രട്ടറി, ഒരു മുസ്ലിമിന്റെ സെക്രട്ടറിനെ പറ്റി പറയുന്നു. കറക്റ്റ് ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കും 5 നേരം. അത് കണ്ടിട്ടാണ് ഇസ്ലാം പഠിച്ചത്. ഇനി ലോകം കണ്ട ഏറ്റവും വലിയ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മാർമിഡ്യൂക്ക് പിക്താൾ ഇസ്ലാം സ്വീകരിച്ച എങ്ങനെ? ഒരു ഉണങ്ങിയ ചെക്കനെ കണ്ടിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചത്. മനസ്സിലാക്കിക്കോളി എല്ലാരും. നേതൃത്വത്തിലും മണ്ഡലത്തിലും സെക്രട്ടറി പദത്തിലും വലിയ ആൾക്കാരായി നടക്കണ, ഞാനും നിങ്ങൾ നടക്കുന്ന ആളുകൾ, വലിയ പ്രബോധകരായി നടക്കുന്ന ആളുകൾ, ഒരു ഈർക്കല് പോലത്തെ ഒരു സാധാ ഭൃത്യനെ കണ്ടിട്ടാണ് മാർമിഡ്യൂക്ക് പിക്താൾ ഇസ്ലാം സ്വീകരിച്ചത്. അതെന്താ ചരിത്രം? അതായത് മാർമിഡ്യൂക്ക് പിക്താൾ ഒരു ഫ്ലാറ്റിന്റെ മുകളിൽ ഇങ്ങനെ ജീവിക്കുമ്പോ അതിന്റെ അപ്പുറത്തെ വീട്ടിലെ ഒരു ഭൃത്യനെ മുതലാളി തല്ലുകയാണ്, ഒരു മുസ്ലിം ചെക്കനെ തല്ലുകയാണ്. തല്ലിങ്ങോട്ട് കൊള്ളുകയാണ് ഈ ചെക്കൻ, ഈ പയ്യൻ തല്ലിങ്ങനെ കൊള്ളുകയാണ്, അപാരമായ വലിച്ചിട്ട് ടപ്പാന്ന് അടി. ഇത് കണ്ടപ്പോ മാർമിഡ്യൂക്ക് പിക്താൾ ഓടിങ്ങോട്ട് ഇറങ്ങിയിട്ട് വന്നിട്ട് ചുമോനെ എന്തൊരാരോഗ്യ നിനക്ക്, നിന്റെ യജമാനൻ ഒറ്റ പഞ്ച് പപ്പടം പോലെ പൊടിഞ്ഞൂലവൻ, നിന്റെ ഈ മസിൽ പവറുള്ള കൈ എന്തിനാ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഈ ചെക്കൻ പറയാണ്, ഈ പയ്യൻ പറയാണ്, ഈ മഹാവ്യക്തിത്വം പറയാണ്, ഞാനൊരു മുസ്ലിമാണ്. അതെ, ഒരേ സമയത്ത് 2 തെറ്റ് ചെയ്യാൻ ഞാൻ ആളല്ല. കേട്ടോളി, പഠിച്ചോളി. ഒരേ സമയത്ത് 2 തെറ്റ് ചെയ്യാൻ ഞാൻ ആളല്ല. എന്താ 2 തെറ്റ്? ഞാൻ എൻ്റെ യജമാനോട് കുറച്ച് പണം കടം ചോദിച്ചു, എൻ്റെ ശമ്പളത്തിന് പുറമെ. ഒരു ഡേറ്റും ഫിക്സ് ചെയ്തു ഞങ്ങള്. ആ ഡേറ്റ് ലംഘിച്ചോനാ ഞാൻ, എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ പേരിലാ തല്ല്. ഇനി ഞാൻ അയാളെ തല്ലിയും കൂടി ചെയ്ത് 2 തെറ്റ് ചെയ്യാൻ എന്റെ നബിനെ വിലക്കിയിട്ടുണ്ട്, ചെയ്യൂല ഞാൻ. സുബ്ഹാനല്ലാഹ്, മാർമിഡ്യൂക്ക് പിക്താൾ നിശ്ചലനായി ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഇസ്ലാമിന്റെ വചനവും ആ പ്രവാചകനാരാ ഒന്ന് പഠിക്കണം. ആ മാർമിഡ്യൂക്ക് പിക്താളിന്റെ ട്രാൻസ്ലേഷൻ ഖുർആൻ കോപ്പി എത്ര ഹിദായത്ത് കിട്ടി? പക്ഷെ അതിന്റെ മുഴുവൻ പുണ്യവും ആര് കൊണ്ടുപോയി? ഈ ഭൃത്യൻ ചെക്കൻ. മണ്ഡലം പ്രസിഡന്റ്, സെക്രട്ടറി, എഴുത്തുകാരൻ, പ്രാസംഗികൻ, ചിന്തകൻ, കസാര ഒരിക്കലും വിട്ടുകൊടുക്കാത്തവൻ, അങ്ങനെ പല തസ്തികകളും നമുക്കുണ്ടല്ലോ അല്ലേ? എന്നിട്ട് ഓർത്തോ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ കാരണം ഒരു പെരിച്ചായി നന്നായ മനുഷ്യന്മാരെ ഈ നാട്ടിൽ സുബ്ഹാന ജല്ല ജലാലു. പിന്നെ സൗദി അറേബ്യയിലെ ലജനത്തു ദായിമ ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, അബ്ദുൽ ജബ്ബാർ മദീനി ദമാം, എന്റെ ഗുരുനാഥന. അദ്ദേഹം ആ പുസ്തകം ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. വായിക്കണേ മക്കളെ, യുവാക്കളെ വായിക്കണേ. ദൈവത്തിന്റെ മഹാത്മ്യം, അതാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിൽ 2 സംഭവങ്ങളുണ്ട്. ഒന്ന്, ഒരു ക്രിസ്തീയ പള്ളിയിലെ അച്ഛൻ, ഒരു പാതിരി, ക്രിസ്തുമതത്തിലേക്ക് ആളുകളെ ക്ഷണിച്ച ഒരാള്, അദ്ദേഹത്തിന് ഒരു സുപ്രഭാതത്തിൽ ഇസ്ലാമിന്റെ വെളിച്ചം കിട്ടുകയാണ്, മഹാസ്ഫോടനം. എന്നിട്ട് ഇങ്ങനെ കേൾക്കി, ക്രിസ്തുമതത്തിലേക്ക് കുരിശും വരച്ച് ക്രിസ്ത്യാനിയായി മരിപ്പിക്കാൻ ജീവിതത്തിന്റെ നല്ല ടൈം ചെലവഴിച്ച ഈ പള്ളിയിലച്ഛൻ, ഈ പ്രബോധകൻ, ഈ ക്രിസ്തീയ മിഷണറി, അയാളുടെ മനസ്സിൽ ഇസ്ലാം കിട്ടി. ഇസ്ലാം കിട്ടി ആ സെക്കൻഡ് മുതൽ, നേരത്തെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു വാചകം പറഞ്ഞു ഓർക്കണുണ്ടോ? ഉള്ളെന്നൊരു സാധനം ഇങ്ങോട്ട് ഉണർന്നപ്പോ ശരീരത്തിന്റെ വലുപ്പമൊന്നുമല്ല, 4000 ഫിലിപ്പൈൻസിനെയാണ് അദ്ദേഹം ഇസ്ലാം എത്തിച്ചത്. 4000 ആളാണ് ഇസ്ലാമിലേക്ക് വന്നത്. ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടോ സൗദിയില്? ആ മനുഷ്യനെ പോയി കാണ്, ശിഷ്യത്വം സ്വീകരിക്കുക, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അദ്ദേഹത്തിന് വേണ്ടി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നിന്റെ സമ്പത്ത് ആരാ തിന്നു തീർക്കുന്നതിന് പകരം, ഈമാനില്ലാത്തവർ തിന്നു തീർക്കുന്നതിന് പകരം. വേറൊരു സംഭവം എന്താണെന്നറിയോ? ഒരു ലോക്കലായി നടന്ന ഒരു വിദേശ രാജ്യക്കാരൻ, അയാൾ സൗദി അറേബ്യയിൽ 16 കൊല്ലം ജോലി. സൗദി അറേബ്യയിൽ എന്ന് പറഞ്ഞ ആ സൗദി അറേബ്യയിൽ വെളിച്ചം കിട്ടിയില്ല, ആരും കൊടുത്തില്ല, ഒരു സംഘടനയും അദ്ദേഹത്തെ ചെന്ന് കണ്ടില്ല. എത്ര സന്നദ്ധ സംഘടനകൾ. 16 കൊല്ലം കഴിഞ്ഞ് വിശേഷറായി നാട്ടിലേക്ക് പോണ്ടി വന്ന നിർബന്ധ സാഹചര്യത്തിൽ അയാൾ നാട്ടിൽ പോയി ദുഃഖിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഒറ്റ വിസ അല്ല, സ്വർഗത്തിലേക്കും ഇസ്ലാമിലേക്കും സൗദിയിലേക്കും. അയാൾ നേരെ സൗദിയിൽ വന്നു.
സൗദിയിൽ വന്നിട്ട് വലിയൊരു ഹോട്ടലിൽ മെയിൻ്റനൻസ് വർക്ക് തീർക്കുന്ന വലിയൊരു ഉത്തരവാദിത്വത്തിൽ അയാൾ കിട്ടി. അങ്ങനെ അയാൾ ആ ജോയിൻ ചെയ്ത ആദ്യ ദിവസം ഒരു പ്രബോധകൻ താമസിച്ച റൂമിൽ ചെല്ലി. ആ റൂമിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കാൻ. അപ്പോ ആ പ്രബോധകൻ ഉപേക്ഷിച്ച് ഒരു ഇത്തിരി പോന്ന ലഘുലേഖ ഓർക്കണേ, ഒരു ലഘുലേഖന്റെ മാത്ത് ഓർക്കണേ, ഒരു ലഘുലേഖന്റെ പവർ ഓർക്കണേ, ഒരു ലഘുലേഖ പ്രചരിപ്പിക്കുന്നതിന്റെ പവർ ഓർക്കണേ. ഒരു സംഘടന ഒരു ദിവസം ബസ് സ്റ്റാൻഡിൽ, എയർപോർട്ടിൽ, അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ ഒരേ സമയത്ത് അനുയായികൾക്ക് ആഹ്വാനം ചെയ്ത് കൊടുക്കുന്ന ലഘുലേഖയുടെ മേന്മ അറിയൂ വിശ്വാസി. ഈ ലഘുലേഖ അവിടെ കിടക്കുകയാണ്. അപ്പൊ ആരുമില്ല റൂമിൽ. അയാൾ റൂമൊക്കെ അടച്ച് ആ ലഘുലേഖ ഇങ്ങനെ വായിച്ചു. ആര്? ഈ അമുസ്ലിം ചെറുപ്പക്കാരൻ. ആ ലഘുലേഖ ഇങ്ങനെ വായിച്ചു തീരുമ്പോ കണ്ടടങ്ങളിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകി. എന്നിട്ട് അപ്പൊ തന്നെ അയാൾ ഇസ്ലാം മനസ്സുകൊണ്ട് സ്വീകരിച്ചു. ആരുടെ മുമ്പിൽ പ്രഖ്യാപിക്കല്ല, പടച്ചോന്റെ മുമ്പിൽ അവിടെ പ്രഖ്യാപിക്കുക. ആ സമയത്ത് ഫോണെടുത്ത് കറക്കി ആ ഹോട്ടൽ റൂമിൽ ഇരുന്ന് അമ്മയെ വിളിച്ചു, അച്ഛനെ വിളിച്ചു. ഞാൻ ഉൾക്കൊണ്ട ആ പ്രകാശം ആ സെക്കൻഡിൽ മഹാനായ അബൂ ഹുറൈറയെ ഞാൻ ഓർത്തുപോയി. അബൂ ഹുറൈറയുടെ പേരെന്തായിരുന്നു യുവാക്കളെ? അറിയോ? ആർക്കെങ്കിലും അറിയോ? യഥാർത്ഥ പേര് അബ്ദുശംസ്, സൂര്യന്റെ അടിമ. റസൂലുള്ളാഹിന്റെ മുമ്പിൽ അബൂ ഹുറൈറ വരുമ്പോ എന്താ നിന്റെ പേര്? അബ്ദുശംസ്. നോ, അങ്ങനെയല്ല, അബ്ദുറഹ്മാൻ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താ? അബ്ദുറഹ്മാൻ. റസൂലുള്ള വിളിച്ച പേരതാ. അബൂ ഹുറൈറ എങ്ങനെ ഉണ്ടായി? അതും പഠിച്ചോ. പൂച്ചനോട് വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. പൂച്ചനെ കളിപ്പിക്കുക. അബൂ ഹുറൈറ പൂച്ചന്റെ ബാപ്പ, അപരനാമത്തിൽ അറിയപ്പെടും. ഈ അബൂ ഹുറൈറ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചില്ല. കേട്ടോളെ ഈ പൂരം. ഞാനിത് ലജ്നത്തുദ്ദായിമ പറഞ്ഞതിനൊന്ന് സംബന്ധിച്ച് ഒന്ന് യോജിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ ഉമ്മാനോട് എന്നും തൗഹീദ് പറയും, എന്നും സ്നേഹത്തോടെ, വളരെ സ്നേഹത്തോടെ എന്നും. ഉമ്മ പൊളിച്ച ചീത്ത പറയും റസൂലുള്ളാഹിനെ. ഉമ്മാക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, അബൂ ഹുറൈറനെ ചീത്ത അറിയില്ല. റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞാലേ അബൂ ഹുറൈറക്ക് വേദനയും. റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞാലേ വേദനയും. അബൂ ഹുറൈറ ഓടിയാണ് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, റസൂലേ, ഞാൻ എന്നും എന്റെ അമ്മനോട് ഏകദൈവാരാധന പറയും, സൂര്യനെ ചന്ദ്രനെ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ ആരാധിക്കാവെന്ന് പറയും. എന്റെ അമ്മ എന്നും നിങ്ങളെ ചീത്ത പറയും. ഇന്ന് എന്റെ അമ്മ എല്ലാ കൺട്രോളും വിട്ട് നിങ്ങളെ പൊളിച്ച തെറി പറഞ്ഞു. എനിക്ക് സഹിക്കാനാവുന്നില്ല നബിയേ, എന്റെ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ട് കൈകളും ആകാശത്തിന്റെ അനന്തതയിലേക്ക് പ്രാർത്ഥിച്ചാൽ തട്ടാത്ത കൈകൾ അള്ളാന്റെ മുമ്പിലേക്ക് ഉയർത്തി റസൂലുള്ള പ്രാർത്ഥിച്ചു. അബൂ ഹുറൈറ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകുമ്പോ കുളു 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 എന്ന് പറഞ്ഞ വെള്ളം ഇങ്ങനെ വീഴും. അപ്പൊ ബാത്റൂം എന്ന് ഉമ്മ വിളിച്ചേ, മോനെ അവിടെ നിൽക്കേ, ഞാൻ ഇപ്പൊ വരാം, ഡോറ് തള്ളി തുറന്ന് ഇങ്ങോട്ട് വരലേ, ഉമ്മച്ചി കുളിക്കട്ടെ എന്ന് പറയാം. അബൂ ഹുറൈറ കാത്തു നിൽക്കുകയാണ്. ആ വാതിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തു. ഉമ്മ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. കരഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞ് സന്തോഷത്തിന്റെ ശ്രുഗണങ്ങളുമായി റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് തിരിച്ചോടി അബൂ ഹുറൈറയെ ഈ 16 കൊല്ലം സൗദിയിൽ ജോലി ചെയ്ത മനുഷ്യനിൽ പിന്നീട് ദർശിച്ചു. അദ്ദേഹം ഉമ്മാക്ക് വിളിച്ചു, അമ്മയ്ക്ക് വിളിച്ചു, അച്ഛനെ വിളിച്ചു. ഇസ്ലാമാണ് സത്യം അമ്മേ, ഇസ്ലാമാണ്. അച്ഛനും അമ്മയും സ്വീകരിച്ചു. പോരെ പൂരം. ഭാര്യക്ക് വിളിച്ചു, ഭാര്യ സ്വീകരിച്ചു. മക്കൾക്ക് വിളിച്ചു, മക്കൾ സ്വീകരിച്ചു. ലജ്നത്തുദ്ദായിമ. പിന്നെ അയാൾ പറയുന്ന ഒരു ആത്മകഥ ഉണ്ട്. ആ മനുഷ്യൻ, അല്ലാഹുവേ, നോക്കേ, അത് കുറിച്ചിട്ട് വേണം ഈ ചാവക്കാട് നാട്ടി വെച്ച് പോകാൻ. മനസ്സിലായോ? അവിടെയും ഇവിടെയും ചാരി നിന്നും അവിടെയും ഇവിടെയും നിന്നിട്ട് കുശുകുശുപ്പ് അവസാനിപ്പിച്ച് കർമ്മനിരതരാകണം. കർമ്മനിരതരാകണം. കണ്ണടഞ്ഞു പോവും, തട്ടിപ്പോവും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. കഴിഞ്ഞു പോവും. ഓർക്ക് ആ മനുഷ്യൻ പറഞ്ഞ വാക്കെന്താ അറിയോ? ആ 16 കൊല്ലം ഇസ്ലാം ആകാതെ പിന്നെ കിട്ടിയ വെളിച്ചം കിട്ടിയ മനുഷ്യൻ, അല്ലാഹുവേ, ഞാൻ, എന്റെ അമ്മ, എന്റെ അച്ഛൻ, എന്റെ ഭാര്യ, എന്റെ മക്കൾ എല്ലാവരും ഇസ്ലാമിന്റെ രാജപാതയിൽ വന്നു. അതിന് കാരണക്കാരനായി ഇതൊന്നും അറിയാതെ ഈ ലഘുലേഖ വിട്ടേച്ചു പോയ മനുഷ്യനെ ഞാൻ പരലോകത്ത് വെച്ച് കാണുമല്ലോ. സഹോദരന്മാരെ, ഞാൻ അങ്ങ് ഓച്ചിറ ക്ഷേത്രത്തിൽ പ്രസംഗിച്ചിട്ട് 2 മാസം കഴിഞ്ഞ് ഞാൻ അറിയുന്നു, എന്റെ മണിയേട്ടൻ പാലക്കാട്ടുകാരൻ എവിടെ വെച്ച്? മലേഷ്യയിൽ വെച്ച് ഇസ്ലാം സ്വീകരിക്കുന്നു. കൊക്കിന് വെച്ചത് കുളക്കൊയ്ക്ക് കൊള്ളുന്നു. അതല്ലേ ജീവിതം? അതിനല്ലേ യൗവനം? അതിനല്ലേ നമ്മൾ ഓടുന്നത്? അതിനല്ലേ നമ്മൾ ജീവിക്കുന്നത്? അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ, നമസ്കാരം ഇവിടെ ഇരിക്കുന്നവരോടാ ചോദിക്കണത്, നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ടോ? ഇതൊക്കെ ആയത്തും ഹദീസുമല്ലേ? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടേതാ? അസ്സലാത്തു ലിവക്തിഹാ. നിസ്കാരം അതിന്റെ വക്തിന് ഞാൻ നിങ്ങളത് നിർവഹിക്കുന്നുണ്ടോ? 1.
രണ്ട്, ഞാനും നിങ്ങളും ഖുർആനും സുന്നത്തും സഹാബികളുടെ ചരിത്രവും ശരിക്ക് പഠിക്കുന്നുണ്ടോ? കിതാബിയായി, ഖുർആനികമായി, സുന്നത്തുപരമായി. അതെ, സൂറത്ത് അഹ്സാബ് 33-ാം അധ്യായം 34. നിങ്ങളുടെ വീടുകളിൽ വെച്ച് ഖുർആനും സുന്നത്തും പാരായണം. സംഗീതമല്ല, സിനിമയല്ല, സീരിയലല്ല, കാർട്ടൂണല്ല, കവിതയല്ല, നാടകമല്ല, ചിത്രീകരണമല്ല, നൃത്തനൃത്യങ്ങളല്ല, ഖുർആനും സുന്നത്തും. അതുണ്ടോ മുജാഹിദുകളുടെ വീടുകളിൽ? അമാൻ മൗലവിയുടെ പരിഭാഷ ഉണ്ടോ? ഉമർ മൗലവിയുടെ പരിഭാഷ ഉണ്ടോ? ചെറിയ മുണ്ടത്തിന്റെയും കുഞ്ഞു മുഹമ്മദ് മദനിയുടെയും ഒറ്റവാള്യമുണ്ടോ? ഹദീസ് ഗ്രന്ഥങ്ങളുണ്ടോ? സഹീഹ് മുസ്ലിം ഉണ്ടോ? ബുഖാരി ഉണ്ടോ? 2000-ഓളം ഹദീസുകളുള്ള ആ മഹത്തുക്കളുടെ പൂങ്കാവനമുണ്ടോ? ഉണ്ടോ? എവിടെ? എവിടെ? അടുത്ത ചോദ്യം, നമ്മൾ എല്ലാ ഘട്ടത്തിലും, ഏതേത് ഘട്ടത്തിലും എന്റെ റബ്ബെന്നെ കാണുന്നു എന്ന നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണോ? പടച്ചോനെ ഭയപ്പെടുന്നവരാണോ? അലം യഅലം ബിഅന്നല്ലാഹ യറാ 96-ാം അധ്യായം 14-ാമത്തെ വചനം. എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട്. ഗൾഫിൽ കഴിയുന്ന ഭർത്താവിനെ ചതിച്ചിട്ടുണ്ടോ പെണ്ണേ? കാനിതാതുൻ ഹാഫിദാതുൻ ലിൽഗൈബി ബിമാ ഹഫിദല്ലാഹ്. ചുറ്റും കറുത്ത് തപോമയമായി ഇരുൾമുറ്റും ഇരവിതിലേക്കാകുകയാണ് ഞാൻ. കൂട്ടിനൻ തോഴനില്ലായികയാൽ എന്നിത്ര പറന്നു പോയോ. ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ മനസ്സ് മറ്റൊരു പുരുഷനെ പങ്കുവെച്ച പെണ്ണേ, ഈ സദസ്സിലുണ്ടോ നീ? എങ്കിൽ നീ ചോദിക്കേ, എല്ലാ സമയവും എന്റെ റബ്ബിനെ എനിക്ക് ഭയപ്പെടാൻ കഴിഞ്ഞുവോ? നാലാമതായി, എനിക്ക് ശിർക്കിനോട് വെറുപ്പുണ്ടോ? അതുപോലെ എനിക്ക് ബിദ്അത്തിനോട് വെറുപ്പുണ്ടോ? എനിക്ക് റസൂലുള്ളാഹിന്റെ സുന്നത്തിനോട് ഹഠാതെ ഇഷ്ടമുണ്ടോ? സ്നേഹമുണ്ടോ? നിങ്ങൾ മാതാപിതാക്കളോട് കടമകൾ നിർവഹിച്ചുവോ? ഭാര്യമാരോട് കടമകൾ നിർവഹിച്ചുവോ? നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ ഭാര്യ അവളുടെ വെട്ടിൽ വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞു കിടക്കുന്നുണ്ടോ? എങ്കിൽ പോകണേ, തിരിച്ചു പോകണേ, നിന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകണേ. ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. മക്കളെ താലോലിച്ച്, മക്കളെ താരാട്ടുപാടി ഉമ്മ വെച്ച് ചുംബിച്ചുണർത്തിയ അല്ലാഹുവിന്റെ റസൂലിനെ നാം മാതൃകയാക്കണേ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആ ഹൗദുൽ കൗസറിൽ നിന്ന് റസൂലിന്റെ തൃക്കരങ്ങളെ കൊണ്ട് പാനം ഭുജിക്കാൻ അല്ലാഹുവേ ഈ സ്റ്റേജിലുള്ള മുജാഹിദിന് കഴിയുമോ? ഈ സദസ്സിലുള്ള മുജാഹിദുകളെ നമുക്ക് സാധിക്കുമോ? നമ്മുടെ മക്കളോട് നമ്മുടെ സ്നേഹം, നമ്മുടെ കടപ്പാട് മഹാനായ സയ്യിദ് മൗലവി രണ്ടത്താണി മർഹൂം, അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. അദ്ദേഹത്തിന് അധിക സമയം വീട്ടിലിരിക്കാൻ കഴിയില്ല. തൗഹീദ് പ്രചണ്ഡമായി 30 ദിവസം ഡേറ്റ് ആയിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹത്തെ പറ്റി പറയുന്ന ഒരു ചരിത്രമുണ്ട്. ഞാൻ പലപ്പോഴും അത് ഓർക്കാറുണ്ട്. കുറഞ്ഞ സമയമായിരിക്കും വീട്ടിൽ. മക്കൾക്ക് ഉത്സവമായിരുന്നു, മക്കൾക്ക് സമ്മേളനമായിരുന്നു. ബാപ്പാന്റെ മടിത്തട്ടിൽ, ബാപ്പാന്റെ തലയിൽ, ബാപ്പാന്റെ താടിയിൽ മക്കൾ കളിച്ചു. ഭാര്യ അതിൽ സന്തോഷം കണ്ടെത്തി. എന്റെ ഭർത്താവ് അള്ളാന്റെ മാർഗത്തിൽ മനുഷ്യർക്ക് നന്മ പറഞ്ഞു കൊടുക്കാനാ പോണത്. ഞാൻ സഹിക്കേണ്ടവളാണ്, ഞാൻ സമ്മതിക്കേണ്ടവളാണ്, ഞാൻ സന്തോഷിക്കേണ്ടവളാണ്. എന്റെ ഭർത്താവ് എന്റെ കൂടെ കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ, അവിടെ മാക്സിമം ഞാൻ എന്റെ ഭർത്താവിന് സന്തോഷം നൽകേണ്ടവളാണ്. സുബ്ഹാനല്ലാഹ്, ഇതല്ലേ മതം? ഇതല്ലേ മതം? ഈ മതമല്ലേ സുരക്ഷിതമായ മതം? തീർന്നില്ല. അതെ, അനുജനോട് നന്നായി പെരുമാറുന്ന ഒരു ജ്യേഷ്ഠനാണോ നീ? പെങ്ങന്മാരോട് നന്നായി പെരുമാറുന്നവനാണോ? നിങ്ങൾ കച്ചവടത്തിൽ സത്യസന്ധരാണോ? ഇടപാടുകളിൽ സത്യസന്ധരാണോ? ആയത്തുദ്ദീൻ നിങ്ങൾ പാലിക്കുന്നുണ്ടോ? നിങ്ങൾ നല്ല ഒരു അയൽവാസിയാണോ? അതെ, നിങ്ങളൊരു നല്ല കൂട്ടുകാരനാണോ? സാമ്പത്തിക രംഗവും ഇടപാടുകളും ക്ലിപ്തമാണോ? അതെല്ലാം ക്ലിയർ ആണോ? നിങ്ങൾ ഇബ്രാഹിം നബിയെ പോലെ സ്നേഹ ബഹുമാനങ്ങളോടെ ബൗദ്ധൈവ വിശ്വാസിയായ ബാപ്പയെ പോലും ഉപദേശിച്ച ആ ഇബ്രാഹിം നബിയുടെ മാതൃക നിങ്ങൾക്ക് പിൻപറ്റാൻ സാധിക്കുമോ? നിങ്ങൾ ലുക്മാനുൽ ഹക്കീമിനെ പോലെ യാ ബുനയ്യ എന്ന് വിളിച്ച് മക്കളെ ഉപദേശിക്കാറുണ്ടോ? നിങ്ങളുടെ വേഷവിധാനങ്ങളിൽ നിങ്ങൾക്ക് ഇസ്ലാമുണ്ടോ? ആലോചിക്കേണ്ട പോയിന്റാണ് പുരുഷന്മാർ. സ്ത്രീകളോട് സ്നേഹപൂർവം ചില വാചകങ്ങൾ ഞാൻ കുറിച്ചു കൊള്ളട്ടെ. നിങ്ങൾ ഭർത്താക്കന്മാരെ കൃത്യമായി അനുസരിച്ചിട്ടുണ്ടോ? പ്രവാചകൻ മിഅ്റാജിന്റെ രാത്രിയിൽ സ്വർഗവും കണ്ടു, നരകവും കണ്ടു. നരകത്തിൽ സ്ത്രീകളായിരുന്നു. തിരിച്ചു വന്ന് പറഞ്ഞു, യാ മഅ്ശറൻ നിസാ, അല്ലയോ പെണ്ണുങ്ങളുടെ സമൂഹമേ, 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. 2 നിങ്ങൾ സദഖ ചെയ്യണം. 3 നിങ്ങൾ ഭർത്താവിനെ അനുസരിക്കണം. അല്ലേ ഖദീജ ബീവിയോട്, സമ്മിലൂനി യാ ഖദീജ
വേണമെങ്കിൽ പറയായിരുന്നു, പാറമടയെ കയറി ഇന്നൊറ്റക്ക് ഇവിടെ കിടപ്പറയിൽ വിട്ട് നിങ്ങളവിടെ പോയില്ലേ മൂർക്കം പാമ്പ് കടിക്കണങ്ങളെ എന്നല്ലേ പറയേണ്ടത്. പക്ഷെ അനുസരിച്ചു, ആശ്വസിപ്പിച്ചു. അതാ ജീവിതം. 2, നിങ്ങൾ സ്വന്തം മാതാപിതാക്കളെ പോലെ, പെണ്ണുങ്ങളോടാ പറയണത്, സ്ത്രീകളോടാ പറയണത്, സ്വന്തം മാതാപിതാക്കളെ പോലെ ഭർത്താവിന്റെ മാതാവിനെയും പിതാവിനെയും നിങ്ങൾ പരിഗണിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഉമ്മാനെ നിങ്ങൾ വിളിച്ചു, നിങ്ങളുടെ ഉപ്പാനെ നിങ്ങൾ വിളിച്ചു. ഭർത്താവിന്റെ ഉമ്മയെ സ്വതസിദ്ധമായി ഫോൺ എടുത്ത് നിങ്ങൾ വിളിച്ചു പോകും. വിളിച്ചു. മതം എന്താ? മതം എന്താ? എവിടെയാ മതം കളഞ്ഞു പോയത്? തീർന്നില്ല. നാത്തൂൻപോര് നിങ്ങൾക്കുണ്ടോ? പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് നാത്തൂൻപോരുണ്ടോ? നല്ലൊരു മരുമകളാകാൻ നിങ്ങൾക്ക് സാധിച്ചുവോ? നിങ്ങൾ അല്ലാഹുവിനെ സദാ ഭയപ്പെട്ട് ഭർത്താവിനെ വഞ്ചിക്കാതിരുന്നുവോ? നിങ്ങൾ മക്കൾക്ക് നല്ല കൃത്യമായ ശിക്ഷണം നൽകിയോ? നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരികൾക്ക് ഈ ആദർശം പകർന്നു കൊടുത്തുവോ? നിങ്ങൾ ഖുർആനും സുന്നത്തും പഠിച്ചുവോ? അടിച്ചു വാരുന്നതിനിടയിൽ, തൂത്തുവാരുന്നതിനിടയിൽ, ഭർത്താവിന്റെ മക്കളുടെ തുണി അലക്കുന്നതിനിടയിൽ നിങ്ങൾ നിങ്ങളുടെ പരലോകം മറന്നുപോയോ? യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവാമീന ബിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. അതേ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണമേ. നിങ്ങൾ നരകാവകാശികളാകരുതേ. നരകത്തിൽ കത്തിക്കപ്പെടുന്നത് ഈ ഇന്ധനമാണ്, നരകമാണ്. അതേ ജനങ്ങളെ, അല്ലാഹു പറയാണ്, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അല്ലാഹു പറയാണ്, വലഖദ് ജീതുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. അതേ, നിങ്ങൾ ചേലാക്രമം ചെയ്യാത്തവരായി, ചെരുപ്പ് ധരിക്കാത്തവരായി, ഉടുവസ്ത്രം ധരിക്കാത്തവരായി റബ്ബിന്റെ മുമ്പിൽ വരും. ഇതൊരു സംഭവമാണ്. സൂറത്ത് മആരിജിലെ 6 മുതലുള്ള വാചകമാണ്. ഭാര്യയെ കാണുവാൻ, ഭർത്താവിനെ കാണും, അവർ മാതാപിതാക്കളെ കാണും, കൂട്ടുകാരെ കാണും, സുഹൃത്തുക്കളെ കാണും. എന്റെ കൂട്ടുകാരെ, നാം നരകാവകാശികളാകരുത്. ഇല്ലാത്ത കള്ളക്കഥകൾ പറഞ്ഞ്, നുണകൾ പ്രചരിപ്പിച്ച്, അതേ നമ്മുടെ കൂട്ടായ്മയിലെ ശിഥിലീകരണ ശക്തികളായി നമ്മളല്ലാത്ത ഇസ്രയേലിൽ നിന്ന്, ബ്രിട്ടനിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് ഈ തൗഹീദി പ്രസ്ഥാനത്തിന്റെ ശക്തി ചോർത്തിക്കളയാൻ മുനാഫിക്കുകളുടെ ആളുകൾ തക്കം പാർത്ത് പ്രവർത്തിക്കുന്നതിന്റെ തിക്താനുഭവങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിംത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബ് ലം ഫദ്ദൂ മിൻ ഹൗലിക്. ഉഹദിന്റെ രണഭൂമിയിൽ പ്രവാചകന്റെ കൽപ്പന ലംഘിച്ച്, അനുസരണക്കേട് കാണിച്ച്, പ്രവാചകന്റെ പല്ലുകൾ പൊട്ടി, പ്രവാചകൻ അവിടെ പൊട്ടക്കിണറിലേക്ക് മറിഞ്ഞു വീണ്, ആ പ്രവാചക തിരുമേനി, ആ പ്രവാചകനോടാ പറയുന്നത്, അകറ്റല്ലേ, അകറ്റല്ലേ, ആട്ടിയോടിക്കല്ലേ. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിംത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബ്. നബിയേ, താങ്കളെങ്ങാനും പരുഷ സ്വഭാവിയും കഠിനഹൃദയനുമായിരുന്നെങ്കിൽ ആളുകൾ താങ്കളുടെ ചുറ്റും പോകുമായിരുന്നു. സ്നേഹിക്കണേ നബിയേ. ലഖദ് ജാഅകും, കേട്ടോളീൻ. ഖുർആനിലെ 3-ാം അധ്യായം 159 അപ്പ പറഞ്ഞത്. എനിക്ക് കേട്ടോളീൻ. 9-ാം അധ്യായം 128. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസും അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ആരാ റസൂല്? ആരാ റസൂല്? നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ആള്. പിന്നെയോ, നിങ്ങൾ കഷ്ടപ്പെടുന്നത് ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരാള്, നിങ്ങൾ തമ്മിൽ തെറ്റുന്നത് ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരാള്, നിങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കിയ ആള്, അതാ അല്ലാഹുവിന്റെ റസൂൽ. നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകുന്ന റസൂലിനെ സഹിക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റഹമാഹു ബൈനഹും. സത്യവിശ്വാസികൾ ആരാ? 48-ലെ 28, 29. എന്താ? മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാ. മുഹമ്മദ് നബിയിലും അദ്ദേഹത്തോടൊപ്പമുള്ളവരും ശത്രുക്കളോട്, ആദർശ വിരോധികളോട് ശിദ്ദത്തും, പരസ്പരം സ്നേഹബന്ധം. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ ഇസ്ലാം? അതല്ലേ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ. സത്യവിശ്വാസികൾ പരസ്പര മിത്രങ്ങളാണ്. തൗഹീദുള്ള, സുന്നത്തുള്ള, ശിർക്കില്ലാത്ത ഉജ്ജ്വലമായ തൗഹീദിന്റെ കാഴ്ചപ്പാടുള്ള വിശ്വാസികളാണ് നമ്മൾ മുജാഹിദുകൾ. നമ്മുടെ പേരിൽ ശിർക്ക് ആരോപിച്ചവരുണ്ട്, കുഫ്ർ ആരോപിച്ചവരുണ്ട്. അത് അവരുടെ അബദ്ധമാണ്. അത് അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അത് പടച്ച തമ്പുരാൻ അവർക്ക് പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ പേരിൽ പല തിന്മകളും പറഞ്ഞവരുണ്ടാകാം ഈ മണ്ണിൽ. അതൊക്കെ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. മുജാഹിദുകൾ
മുജാഹിദുകൾ മുസ്ലിം ഉമ്മത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നു എന്ന് നമ്മുടെ പേരിൽ പറഞ്ഞവരുണ്ടാകാം. അതവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ ദൗത്യം എന്താണ്? നമ്മുടെ ദൗത്യം ജനങ്ങളോട് വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. നന്മയും തിന്മയും ഒരിക്കലും സമാവൂല, ഒരിക്കലും. അതുകൊണ്ട് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കാനാണ് അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക, മനുഷ്യരെ സ്നേഹിച്ച് കീഴ്പ്പെടുത്തുക, എല്ലാവരോടും നല്ലത് പറയുക, നല്ലതിനു വേണ്ടി ജീവിക്കുക. വകുല്ലി ഇബാദി യഖൂലുല്ലതി ഹിയ അഹ്സൻ. അതുകൊണ്ട് ഏറ്റവും സുന്ദരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ തീർത്തത് അതാണ്. രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, പത്തനംതിട്ടയിൽ നടക്കാൻ പോകുന്ന നമ്മുടെ MSMന്റെ പ്രോഫ്കോൺ വിദ്യാർത്ഥികൾക്കിടയിലുള്ള മഹാസമ്മേളനം. അതിനുവേണ്ടി എല്ലാ മക്കളെയും ആ രംഗത്ത് എല്ലാ തിന്മകളിൽ നിന്നും ആ മക്കളെ മോചിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒന്ന് അതാണ്. രണ്ട്, നബിദിനവുമായി ബന്ധപ്പെട്ട ഒരു ലഘുലേഖ ഈ സദസ്സിൽ ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ നാടുകളിലേക്ക് വാങ്ങി കൊണ്ടുപോയി അവിടെ നിങ്ങൾ അത് വിതരണം ചെയ്യും. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ, നമ്മുടെ സമയം അവസാനിച്ചു. സുഹൃത്തുക്കളെ, നമ്മൾ ഈ സമ്മേളനത്തിൽ നിന്ന് ഉൾക്കൊണ്ട ആത്മാവ് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും ശക്തമായി നമ്മുടെ പ്രദേശത്ത് നമ്മൾ മുന്നേറുകയും ഈ ഒരു ആദർശ കൂട്ടായ്മയെ ഏറ്റവും ബെറ്ററായി നോക്കിക്കാണുകയും അതിന് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിൽ ഒത്തൊരുമയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ വൽ അംവാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.